എന്താ പ്രശ്നം? ഞങ്ങൾ പള്ളിക്കൂടത്തിക്കാരനെ പഠിക്കാനുള്ള സാറിന് നന്നായി അറിയാം. ഒന്നും പുറമേ കാണുന്നില്ലല്ലോ. എന്തുമാത്രം വെള്ളം കയറ്റിയതാ. ഇതെന്താ മുല്ലപ്പെരിയാർ ഡാമാണോ? വിള്ളല് വീണോ? അതെന്താന്ന് തോന്നിച്ചാ മുല്ലപ്പെരിയാർ ഡാം? നിന്റെ അമ്മാവി അമ്മേരെ തറവാടിരിക്കുന്ന സ്ഥലം. ആടി ഇങ്ങോട്ട് വാടാ. എന്തായാലും കൊള്ളാം, മോശമില്ലായിരുന്നു. ആ നിർത്ത്. ഇനി പോയിക്കോ, കോളേജിൽ കയറാൻ സമയം വൈകും. ഞാൻ സഹായിക്കണം. വേണ്ട വേണ്ട വേണ്ട, ഉടുപ്പൊടിയാതെ വേണം ക്ലാസ്സിൽ ചെല്ലാൻ. ആ ഒന്ന് നിന്നേ മോനെ. എവിടെ നിന്റെ ചീപ്പ്? ഓ, ഏതൊക്കെ വീട്ടിലെ നല്ല പെമ്പിളേര് വരുന്ന സ്ഥല. ഈ ചെക്കൻ ഒരു ശ്രദ്ധയില്ല. ഇനി മുമ്പോയ്ക്കോ. ചേച്ചിമാരെ അട്ടിമറിക്കട്ടെ. അട്ടിമറിക്കാൻ പറ്റിയ രണ്ട് ശരീരം ഞങ്ങളെ കപ്പലെങ്ങനെ തൊട്ടാലേ നിന്റെ കൊരവള്ളി ഞാൻ പറിക്കും. ചേച്ചി ഒരു കാലിക്കായ്ക്കുള്ള കാശ് പൂച്ച നിർത്താൻ ഒന്ന് പോടാ. എന്നാ പിന്നെ ഞങ്ങൾ പോയേക്കാം. പക്ഷേ ഒടുവിൽ നഷ്ടബോധം തോന്നരുത്. എല്ലാം നല്ലത് തന്നെയാ. എടിയേ, ദാ ഗോഡ് ഫാദർ വരുന്നുണ്ട്. ആ വിളിച്ചത് ഞാൻ കേട്ടു. അതെ, ഇരട്ടപ്പേര് വിളിക്കുമ്പോ വാ സമൂലം കഴുകി പല്ല് തേച്ച് നാക്ക് വൃത്തിയായിട്ട് വടിച്ചിട്ട് വേണം വിളിക്കാൻ. അക്ഷരങ്ങൾ തെറ്റരുത്. ദേ ഇങ്ങനെ ആട് ഫാദറേ, അല്ലാതെ ഗോഡ് ഫാദർ എന്നല്ല. ആട് ഫാദർ എന്ന് പറഞ്ഞാൽ ആടുകളുടെ തന്ത എന്നർത്ഥം, അല്ലാതെ ആളുകളുടെ തന്ത എന്നല്ല കേട്ടോ. മത്തി അല്ല മമ്മി. ആടുകളുടെ പിതാവിത് ആരെ കുപ്പിയിലിറക്കാനാ പുറപ്പാട്? നല്ലോണം പമ്പ് ചെയ്ത് കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ ബലിയർപ്പിക്കല്? നിങ്ങളുടെ മൂത്തമോന് തന്നെ വറീദിന്. വറീദിനെ പറ്റിക്കാനാണോടാ? നല്ല കഥയായി. എവര് തമ്മിൽ ചേരും. വെള്ളമടിച്ച ആടും വെള്ളത്തിൽ മുങ്ങിയ വറീതും. എന്റെ മമ്മി, കർത്താവിന്റെ കൃപ കൊണ്ട് നിങ്ങൾ പെറ്റ് വളർത്തിയതും പെറാതെ വളർത്തിയതും രണ്ടനമായി പോയല്ലോ. നീ കണ്ടു മൂപ്പിക്കാതെ കാര്യം എന്നാണെന്ന് പറയടാ ആന്റോണി. പിള്ളേരെ എവിടോച്ചാ കണ്ടത്? എന്നാ ചെവി ഓർന്ന് കേട്ടോ. നിങ്ങളുടെ മൂത്ത മോൻ മറിയിച്ചൻ ഉച്ച കുർബാനയ്ക്ക് നേരമാവുന്നതിന് മുമ്പ് ആടിനെ പോലെ 4 കാലിലാണെന്ന്, എന്ന് വെച്ചാൽ അടിച്ച് വീലാണെന്ന്. അത്രേ ഉള്ളോ? ഇല്ലെങ്കിൽ നമ്മുടെ വറയത്തിന് ഇത്തിരി കുടിക്കുന്നതാ അതിന്റെ ഒരു എടുപ്പ്. ഒരു ഇത്തിരി അകത്തി എന്നില്ലെങ്കിൽ ഒരു ചോണയും ചെമ്മാന്ത്രവും കാണത്തില്ലാന്ന്. നല്ലതല്ല. എന്റെ ചങ്ങനാശ്ശേരി ചേച്ചിമാരെ, എനിക്കൊരു സംശയം. നമ്മുടെ വറീദിന്റെ തലയിൽ മാമോദിത വെള്ളം തന്നെയാണോ വീണതെന്ന്? എന്റെ കർത്താവ്, എനിക്ക് തോന്നുന്നു വല്ല കള്ളോ പട്ടച്ചാരോ ആയിരിക്കുമെന്ന്. അപ്പൊ നമ്മുടെ ചോദിച്ചിട്ട് എന്നെ വെള്ളമാണോ വീണത്? അവനെ മാമോദിസ മുക്കിയത് തന്നെ ഗാന്ധിജിയല്ലേ. ഈ പോക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വടി കൂടി അവന് വേണ്ടി വന്നേക്കും. എന്റെ കർത്താവേ, നീ വലിയവനാ. ഗാന്ധിജി ഹിറ്റ്ലറും ഒരു കൂരയ്ക്ക് കീഴെ തന്നെ വന്നല്ലോ. നീ എന്നടാ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറയാതിരിക്കും മമ്മി? ഒരുത്തൻ 24 മണിക്കൂറും ബാറിനകത്ത്.
വേറൊരുത്തൻ കവലയെ കിടന്ന് കള്ളിനും കഞ്ചാവിനും എതിരെ തൊള്ള വലിച്ചു കീറുന്നു. കള്ളും പള്ളിയും തമ്മിലുള്ള 400 മീറ്റർ അകലം കൂട്ടുകയല്ല ഈ സഹന സമരത്തിന്റെ ലക്ഷ്യം. തലസ്ഥാനത്തൊരു നേതാവും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു AC റൂമും ബാഗ് നിറയെ കറൻസിയും ഉണ്ടെങ്കിൽ ഭിത്തി വഴി ചരട് പിടിച്ച് 40 മീറ്റർ 400 മീറ്റർ ആക്കാൻ മാന്ത്രിക വിരുദ്ധുള്ള ബാർ ലോബിക്ക് നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ആ അബ്കാരി ശക്തിക്കെതിരെ പട നയിച്ചിട്ട് ഒരു ഫലവുമില്ലെന്നറിയാം. 1.5 ലക്ഷവും 1 ലക്ഷവും കിസ്തടച്ച് ബ്രിട്ടീഷ് കോളനിക്കാർക്ക് കള്ളു വിളമ്പുവാൻ സർക്കാരിൽ നിന്ന് അച്ചാരം വാങ്ങുന്നവൻ ആ കച്ചവടം നേരാമെണ്ണം നടത്തുന്നതിൽ നമ്മുടെ സമിതിക്ക് കുശുമ്പോ പിന്നായ്മയോ ഇല്ലതാനും. പക്ഷേ ഇവിടെ അതല്ലല്ലോ കഥ. ഈ കോളനിക്കവനിൽ പെട്ടെന്നൊരു രാത്രിയിൽ പൊട്ടിമുളച്ച ആ പലകപ്പുര അനധികൃതമാണ്. ഗുണ്ടാശേഷിയും കള്ളപ്പണവും കൊണ്ട് അമ്മയൊക്കെ വെല്ലുവിളിച്ച് പടത്തു നിർത്തിയതാണ് ആ ഉപഷാപ്പ്. കർത്താവേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു സമാധാനം തരികയെന്ന് പറഞ്ഞ അച്ചോ, നമ്മുടെ കുട്ടികളുടെ സമരം സമാധാനപരമായിരുന്നു. ചെന്നൈക്കാടിന്റെ ആളുകള് പന്തലിൽ കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാ വറീച്ച വന്നത്. വറീച്ചിന് സ്വാഗതം നിങ്ങൾക്ക് അറിയാമല്ലോ. മുമ്പും മുമ്പും നോക്കാത്തോനാ അവൻ കയറി അടിക്കട്ടോ. ചുണക്കുട്ടനാ വറീച്ചൻ. ജനക്കിട്ടനാ അല്ലെ കൈക്കും കാലം ഉത്തരം പറയേണ്ടി വരും. ചെല്ല്. അപ്പോഴേ പോകുന്ന വഴിക്ക് ആ കുറുപ്പ് വക്കീലോടെ കണ്ടോ. നീ ഇതെല്ലാം കഴിഞ്ഞ് അവനെ ഇറക്കുവോ കയറ്റുവോ എന്താന്ന് വെച്ചാൽ അയാൾ ചെയ്യട്ടെ. ചുണക്കുട്ടനാണ് പോലും അമ്മാടി. 10-20 വർഷമായിട്ട് ചെന്നൈക്കാടന്മാരുടെ ഈ വേഷം കെട്ടല് ഭവാനി കാണുന്നാടാ. ആണത്തുള്ളവനൊന്നും ആളെ ഇറക്കി അടിക്കത്തില്ലടാ. എന്റെ ചേച്ചി, നമ്മുടെ മാട് വറീച്ചൻ സമരം നടക്കുന്നിടത്തേക്ക് പോകുന്നത് കണ്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നേരാണോടാ ഇത്? കണിച്ചുകുളത്തിൽ നിന്ന് മാടെടുക്കാൻ പോയിട്ട് വറീച്ചനെപ്പോ വന്നു? കണിച്ചുകുളത്ത് അടി നടന്ന് കാണത്തില്ലായിരിക്കും, അതിന്റെ സങ്കടത്തിൽ വരുന്ന വഴിയാ. ഏതായാലും ആളടിച്ച് പൂക്കുറ്റിയാ. എന്റെ ഭഗവാനെ, എന്നാൽ ഇന്ന് വല്ലോ നടക്കും. നമ്മുടെ വറീച്ചന്റെ ജഗമുഖ അടി കണ്ടിട്ട് 12 ദിവസവും 8 മണിക്കൂറുമായി വട.
കടപ്പുറത്ത് മുക്കുവ പിള്ളേരെ വരട്ടുന്ന നമ്പർ എന്റെ ഇടയ്ക്ക് ഇറക്കിയാണ്ടല്ലോ അരിഞ്ഞു തൂക്കും ഞാൻ. ചെന്നക്കാടന്മാർക്ക് തൊടല് പണിയാൻ ബ്രിട്ടീഷ് മാർക്കറ്റ് പറയുന്നത് ഒറ്റയ്ക്ക് വരുന്നു പറയണം. സാറുമാർ എന്റെ കയ്യെ താഴ് കയറ്റുന്നതിന് മുമ്പ് ഇവനും ഇവന്റെ ആൾക്കാർക്കും വായുവും വെള്ളവും വല്ലതും കൂടെ ഇല്ലാലേ കാഞ്ഞു പോകും. അച്ഛൻ എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? കുഞ്ഞാട് കൂട്ടം തെറ്റിയാൽ ഇടയനല്ലേ നേർവഴി കൊണ്ടുവരേണ്ടത്. വക്കീലെ, ആടിനെ മേയിക്കാം, ഇത് മാടിനെ മേയിക്കുന്ന കാര്യമാ. കയർ ഊരി വിട്ടത് വക്കീലാണെന്ന് ഓർമ്മ വേണം. എന്റെ പൊന്നു കൊച്ചു താഴ്ത്തച്ചോ, വറീദിനെ കുറിച്ച് എന്തിനാ ഇത്ര വലിയ വേവലാതി? അച്ഛനിങ്ങനെ നോക്കി സത്യം പറ, ഈ ഇടവകയിൽ അച്ഛൻ ആരേക്കാൾ കൂടുതൽ ഇഷ്ടം അവനെയല്ലേ? തെമ്മാടിയാണെങ്കിലും അവൻ മിശികാട് അരൂപി ഞാൻ കാണുന്നു. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ മുട്ടിന് ഉപദേശിക്കുന്നത്. ഇതാണ് അച്ഛന്റെ കുഴപ്പം. അച്ഛൻ തൽക്കാലം ഉപദേശം നടത്ത്, എന്നിട്ട് അവനോട് പ്രവർത്തിക്കാൻ പറ. എന്നാലേ ചെന്നൈക്കാടന്മാരുടെ കാട്ടാളക്കളിക്ക് ചങ്ങനാശ്ശേരി പട്ടണത്തിൽ ഒരു അറുതി ഉണ്ടാവും. ആ അച്ഛൻ നോക്കിക്കോ, ജോയിച്ചന്റെ ഷാപ്പ് സമരവും വറീദിന്റെ പന്തലടിയും എല്ലാം ഞാനൊരു മഹാസംഭവമാക്കാൻ പോവുകയാണ്. ഹലോ, മലയാളം മെയിലല്ലേ? എഡിറ്റർ ഇൻചാർജ് മിസ്റ്റർ ബാലകൃഷ്ണ കണക്ട് ചെയ്യൂ. കണ്ടില്ലേ അച്ചടിച്ചു വന്നിരിക്കുന്നത്? പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. പോലീസിന്റെ ഒത്താശയോടെ സമരക്കാരെ വർദ്ധിച്ച് അവസരാക്കി എന്ന് വേണ്ട 8 കോളം വാർത്തയാ അന്തിപത്രത്തിന്റെ തലയില്. നാണമില്ലല്ലോടോ, ഇടി കൊണ്ട് ഇഞ്ചപ്പരിവാൻ തന്റെ ആളുകളും സഹതാപതരംഗം മുഴുവൻ സമരക്കാർക്കും. ചെറിയൊരു പത്രവാർത്തയുടെ പേരിൽ ഇങ്ങനെ ഡിപ്രസ്ഡ് ആകാത്ത സർക്കിളെ. വർക്കി, തനിക്ക് അങ്ങനെ പറയാം. ഉച്ച തിരിഞ്ഞ നേരം കൊണ്ട് എന്റെ കരിയറിലാ കറുപ്പ് വീണത്. സാറേ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ ഫാക്ടറികളോ ക്രീപ്പ് മില്ലുകളോ ഒന്നുമല്ല, ഇവിടുത്തെ പത്രക്കാരാ. ഇന്ന് എഴുതിയവൻ നാളെ നമ്മുടെ കൂടെ നിൽക്കും. പ്രസ്, പോലീസ്, പൊളിറ്റിക്സ് ഇവ മൂന്നും ചേർന്നാൽ സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നാണല്ലോ ചൊല്ല്. 3 വർഗത്തെയും നന്നായി അറിയുന്ന ആളല്ലേ സാറ്? മറന്നുകളാ. എനിക്കിത് പുല്ല. പക്ഷെ തന്റെ ചേട്ടനുണ്ടല്ലോ, മൂത്ത ചെന്നൈക്കാടൻ, അയാൾ ഇത് കാണുമ്പോ എന്ത് പറയും? അടങ്ങിയിരിക്കുവോ? അച്ഛനെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. അസംബ്ലി പിരിയാൻ ഇനിയും ദിവസം ഉണ്ടല്ലോ. ആളുങ്ങ് വരട്ടെ. വർക്കിച്ചാൻ എന്തോ പറഞ്ഞാലും ഇന്നത്തെ സംഭവം നമുക്ക് ഇത്തിരി ക്ഷീണായി പോയി. നാട്ടുകാരുടെ മുന്നില് ചെന്നൈക്കാടന്മാർക്ക് ഇനി എന്താ വില? എപ്പോഴും ജയിച്ച എന്തെങ്കിലും തോൽക്കണം, അതുപോലെ എപ്പോഴും തോറ്റ എന്തെങ്കിലും ജയിക്കുകയും ചെയ്യും. ആ പ്രമാണക്കാരനാ ഞാൻ. പുഞ്ചക്കൊല്ലി വനത്തിൽ കാട്ടുപന്നികളുടെ തേറ്റ ഓടിച്ച് കഞ്ചാവ് നട്ടവരെ ചെന്നക്കാടന്മാര്. പിന്നെയാ ഇവിടെ ഒരു നാട്ടുപന്നി. അടി ഒറ്റയ്ക്ക് കൊണ്ടോണം, എന്റെ ബലത്ത് വേണ്ട. നാളത്തേക്ക് ഏതാടാ വേണ്ടത്? വന്നു നേടാ പോടാ വിളിയാ. നാളത്തേക്ക് ഏതാടാണ് വേണ്ടതെന്ന് ചോദിച്ചതിനാണോ എന്റെ റാഡിക്ക് തട്ടിയത്? അത്രേ ഉള്ളോ? പാതിരായിട്ടും അമ്മയും മോനും ഉറങ്ങിയില്ലേ? ഇന്ന് കാളരാത്രി ആയിരിക്കും. വരം ഉടനെ ഉണ്ടാവും തോന്നുന്നില്ല. എന്നെ കണ്ട വീശിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ല. ഇല്ലല്ലോ. ഓക്കെ, ശരി. എന്തിനാണ് കിടന്ന് കാണുന്നേ? എന്റെ കാല് മാറിപ്പോയി. ചെരുപ്പ് കാലിന് മാറ്റിട്ട് കിടന്ന് പോകുന്നു. അല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. അമ്മച്ചേ, ഈ കൈക്കൊരു പിടി കൊടുത്തേ. നീന്തി തളർന്ന് വരികയാ. നേരം എത്രയെന്ന് വല്ല ബോധമുണ്ട് വല്യേട്ടമ്പിക്ക്? അത്താഴവും കുരിശുവാരിയൊക്കെ ഷാപ്പിൽ തന്നെ കഴിഞ്ഞോ? അല്ല, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇത് എന്നാ ഭാവിച്ചാ? അതെന്താണ് എനിക്കും ചോദിക്കാനുള്ളത്. നീ തന്നെ ഭാവിച്ച നാട്ടിലുള്ള സകല കള്ള് ഷാപ്പുകളും അടച്ചുപൂട്ടിച്ച നീ എന്താ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആദ്യം ചെന്നൈക്കാടന്റെ അനധികൃത ഷാപ്പ്, പിന്നെ ചങ്ങനാശ്ശേരി മുതൽ കന്യാകുമാരി വരെ. ഇങ്ങോട്ടിരുന്നേ. എടാ കുഞ്ഞെ, ഈ സർക്കാരിന്റെ ആനവണ്ടി തടയുന്ന പോലെ അത്ര നിസ്സാരല്ലത്. അബ്കാരിയോട് കളിച്ചാലേ അടി പാഴ്സലായിട്ട് വരും. അത് സ്പിരിറ്റാ, കത്തി പിടിക്കും. കൂത്തേ, അബ്കാരിയാണോ ആനവാരിയാണോ എന്നൊക്കെ നോക്കി സമരം ചെയ്യാൻ ഒക്കുവോ? ലക്ഷ്യമാണ് പ്രധാനം. ഷാപ്പ് അടപ്പിക്കൂന്ന് പറഞ്ഞാ എന്ത് വില കൊടുത്തും അത് അടപ്പിച്ചിരിക്കും.
ഇന്ന് ഞാൻ വന്നില്ല എന്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ കൊട്ട വാരിക്കൊണ്ട് വന്ന് കാണായിരുന്നു. ഇച്ചാച്ചൻ ഒന്ന് മനസ്സിലാക്കണം, ഒരു കത്തി വീശാൻ എളുപ്പമാണ്, പിന്നെ അത് മടക്കാനാണ് പാട്. അടിപിടിയും കൂട്ടത്തല്ലും ഒന്നുമല്ല ഞങ്ങളുടെ സംഘടനയുടെ നയം. ഇന്ന് ചെന്നൈക്കാടന്മാരുടെ ആൾക്കാർ തെറി വിളിച്ചപ്പോ ഇച്ചായനെ ഏറ്റുപിടിച്ചില്ലായിരുന്നെങ്കിൽ കവലയിൽ ആടി നടക്കില്ലായിരുന്നു. ആഹാ, അപ്പൊ ഞാനായ കുഴപ്പക്കാരൻ. ഇനിയിപ്പോ അത് കണ്ടു നിന്നേച്ചാ മതിയല്ലോ. കണ്ടവന്റെ ഒക്കെ ചെവിടടിച്ച് പൊട്ടിച്ചേക്കാവുന്ന നീ എന്നാടാ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ? നാഴിക്ക് 40 വട്ടം തല്ലും ബഹളം, രാത്രി 4 കാലയിലുള്ള വരവും. എന്റെ ഗീവറിസ് പുണ്യാളച്ച ഇവന് വെളിവുണ്ടാവാൻ ഞാനിനി എന്തോരം തിരി കത്തിക്കണം. അമ്മച്ചി വിളിച്ചാലേ പുണ്യാളച്ച ഉത്തരം മുട്ടും. അങ്ങനെ 2 വർഷത്താ പരീക്ഷന്റെ കത്തിയാണ് പുണ്യാളത്തിന് കുന്തമാ. അമ്മച്ചേ മറ്റു കുഞ്ഞമ്മോ ഇങ്ങോട്ട് നോക്കേ, ഞാൻ പറയട്ടെന്ന് ഒന്ന് നോക്കമ്മച്ചി. അമ്മച്ചി ഒരുത്ത മൂക്ക് നേരെ വന്ന് തള്ളക്ക് വിളിച്ച അമ്മച്ചി കേട്ടോ നിൽക്കോ? ഇല്ലല്ലോ. ഞാനും അതേ ചെയ്തുള്ളൂ. പറയുന്നത് തള്ളക്ക് വിളിച്ച ആരായാലും ശരി അവന്റെ നാക്കരഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തോന്നും മത്തക്കുഞ്ഞു വേണം മോൻ. എനിക്കിപ്പോഴാ സമാധാനായത്. എന്റെ സൽപ്പേര് കാക്കാൻ നീ ഒരുത്തം മതിയല്ലോ. താങ്ക് യു മതോ. അയ്യോ, കാപ്പി ചെന്ന് അകത്ത് കിടക്കുന്നത് പിരിഞ്ഞു പോകും. അയ്യോ, ഒത്തിരിയും ചൂടാ, തൊണ്ട കരിഞ്ഞു പോവും. ഇത് ഗാന്ധിജിയുടെ തൊണ്ടൻ വേറെ ഒന്നുമല്ല, ഹിറ്റ്ലറുടേതാണ്. അമ്മച്ചേ, ഇച്ചാച്ചൻ ഗാന്ധിജി എന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെ ആയിരിക്കും അല്ലേ? അയ്യടാ, അതിന് നീ 100 ജന്മം ജനിക്കണം. ഗ്ലാസ് എഴുതടാ പോയി. ഗാന്ധി വന്നിരിക്കുന്നു. 1.5 കിലോ ഇറച്ചില് 2.5 കിലോ എല്ലും മുട്ടനുവാ. സ്വർണം തൂക്കുന്നവനെ തൂക്കി തന്നുവിടുന്ന സാധനമല്ലേ? അതെങ്കിലും മനുഷ്യന് തിന്നാൻ ഭാഗത്ത് കൊടുത്തുവിടുവോ? അതുമില്ല. അതിന് നീ അതും പൊതിഞ്ഞിട്ട് എവിടെ കൊണ്ടുപോവാ മോളെ? ഇതേ കാശ് എണ്ണി കൊടുത്ത് മേടിച്ച സാധന. ദാനം തരുന്ന മുതലൊന്നുമല്ലല്ലോ. അപ്പച്ചനായതുകൊണ്ടാ മിണ്ടാതെയും കേൾക്കാതെയും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത്. എനിക്കറിയാം, നല്ല വർത്തമാനം പറഞ്ഞ് ഇതങ്ങോട്ട് തിരിച്ചു കൊടുത്ത് ഒന്നാമത്തെ സാധനം മേടിച്ചോണ്ട് വരാൻ. മോളെ മെഴ്സി, കടയിൽ അവന് നല്ല തിരക്കായതുകൊണ്ട് സംഭവിച്ചായിരിക്കും. നീ അതൊരു പ്രശ്നമാക്കണ്ട. അപ്പച്ചനൊന്ന് ചുമ്മാ ഇരുന്നേ. മാട് പറയുന്നതിനൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പെമ്പിള്ളേരെ കൊണ്ടേ പറ്റൂ. പറയിച്ചായോ വരുന്നുണ്ട് കുഞ്ഞോനച്ചായന്റെ ഒറ്റപ്പറക്കാടി. അവന് ഞാൻ കുറവ് വരണോ? ഇങ്ങ് വന്നോട്ടെ, അപ്പ കേക്കാൻ കൊട്ടും കുറവി. ഏയ് മാടേ, കളക്ഷനൊക്കെ എങ്ങനെ? കലക്കുന്നുണ്ടോ? ആ, നമ്മുടെ പടിയും എടുത്തേ. ജബ്ബാറേ, ആ കരലിനോടെങ്കിലും അല്പം കരുണ കാണിക്കണ്ടേ പൊന്നിച്ചായ? കിട്ടാളോ കിട്ടിയില്ലേ? നിനക്ക് എന്നാ വേണ്ടേ? നാക്കേ വെച്ച് കൂട്ടാൻ കൊള്ളാവുന്ന എന്തെങ്കിലും കൂടെ എടുത്തേ. ഇതിന്റെ അപ്പന്റെ കൊടുത്തൂടെ ചവും തുരിയാണ്ടി. അച്ചാച്ചനോട് ഞാൻ കള്ളം പറഞ്ഞു, ഇയാടെ ഇറച്ചി കാശിന് കൊള്ളത്തില്ലാന്ന്. ഓ ഇതാരും മേഴ്സി മോളോ? കുഞ്ഞോനച്ഛൻ എന്തിയ മോളെ? ഉപ്പിടുന്നിടത്തുണ്ട്. ഇന്ന് തുകല് കയറ്റുന്ന ദിവസാ. നല്ല ജോലിയുണ്ട്. ഓട്ടേച്ചി. എടാ പറയതേ, നിനക്ക് ഇവിടെ ഇതുവരെ സൂപ്പ് വെച്ച് കുടിക്കാനുള്ള സമയമായില്ലടാ. എന്റെ വായിക്കുന്ന കേക്കല കേട്ടോ. ചേടാ, ഒരു നല്ല കാര്യം പറയാൻ വന്നപ്പോ നീ എന്തിനാ ചാടിക്കടിക്കാൻ വരുന്നേ? ആ, അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് വേണ്ടി വെട്ടുപോത്തിരെ കല്യാണം ആലോചിച്ച ഞങ്ങളെ വേണമല്ലോ പറയാൻ. കഴിക്കുമോനെ, എന്റെ മോൻ വയറ് നിറച്ച് കഴിച്ചു. ഇപ്പൊ ആരോട് കുടിച്ചേ? പാല്. അത് മാറ്റി. ഇവിടെ ഒരുത്താൻ തിന്നാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അവിടെ ഒരുത്തനെ തീറ്റിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ദിൽ തോ പാഗൽ ഹേ. ആരാടാ? എന്താണ് അവിടെ ഒന്ന് പരിഗണന? ആരാ? ഞാനോ? അല്ല ചേച്ചി, ഞാൻ ആലോചിക്കായിരുന്നു, ചെറുക്കൻ ഡോക്ടേഴ്സ് സബർ പോലെ വളർന്നല്ലോ, എന്നിട്ട് ബാലഗോപാലിനെ തീറ്റിക്കുന്നത് പോലെ അല്ലേ തീറ്റിക്കുന്നത്? അത് പറയാൻ നീ ആരടാ? എടാ, നിന്നെ പോലെ കണ്ടവന്റെ മുതൽ കട്ടുകൊണ്ട് അടക്കുകയല്ല എന്റെ കൊച്ച്. അവനെ കൊമേഴ്സിനെ പഠിക്കുന്ന കൊമേഴ്സിനെ അറിയോ നിനക്ക്? കൊമേഴ്സ് അല്ലേ? ഇതോടങ്ങ് കഴിക്കും. ക്ഷമിക്കണം, എന്നും ഈ എഴുന്നള്ളത്ത് ദർശിക്കാറുണ്ട്, പക്ഷെ വണങ്ങാൻ പറ്റുന്നത് ഇന്നാ. ജെയിംസേ, ഇങ്ങ് അടുത്തു വാടാ, പോലീസ് അമ്മച്ചിയെ തൊഴുതിട്ട് പോടാ. ഞങ്ങളും ഭക്തന്മാരാണേ, തിരുവുള്ളക്കേട് തോന്നരുത്. ഇനി ഈ പല്ലക്കിൽ നിന്നൊന്ന് ഇറങ്ങിയാട്ടെ. വാറ്റ് 4 അല്ല, വാറ്റ് 69. ആദ്യം ഇറക്കം, പിന്നെ പറച്ചിൽ. ഇറങ്ങടി, ഇറങ്ങാൻ. ഇറങ്ങടി. ഇത് സർക്കാർ ജീപ്പ്, അതായത്
ഞങ്ങളുടെയൊക്കെ അച്ഛനമ്മമാരുടെ നികുതി കൊണ്ട് വാങ്ങിയ വണ്ടി. ഇതില് നിയമപാലകൻ പോയാ മതി, നിയമപാലകന്റെ മോള് പോണ്ട. മനസ്സിലായോ നിനക്ക്? വാട്ട് ഫോളി യു ആർ ടോക്കിംഗ്? വിഡ്ഢിത്തം അല്ലടി കൊച്ചേ, ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുന്നതിനുള്ള മറുമരുന്ന്, എ സിമ്പിൾ പണിഷ്മെന്റ്. ആ മോള് പോയി പപ്പയോട് പറഞ്ഞേരേ, എന്നും ഇങ്ങനെ കോളേജിലേക്ക് വരത്തുപോക്ക് നടത്താൻ പോലീസ് വണ്ടി കുടുംബ സ്വത്തല്ല പൊതു സ്വത്താണെന്ന്. ആ പോ 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 പോ. ഇതേനല്ല നടന്ന് ദാ ഇങ്ങനെ ദാ ഇങ്ങനെ 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 അതെ, കാര്യം എന്താണെന്ന് അറിയത്തില്ല. ജോയിച്ചനെ അറസ്റ്റ് ചെയ്തു. ആരാടോ തന്നെ അകത്തേക്ക് വിളിച്ചത്? ഇരിക്കാലോ? നോ. ഇവിടെ ഒന്ന് ചന്തി ഉറപ്പിച്ചെന്ന് വെച്ച് ഞാൻ എന്തായാലും സാറാകാൻ പോകുന്നില്ല. സാർ എന്തായാലും ഞാനും ആകത്തില്ല. കേട്ടഴിടാ തലേന്ന്. തള്ളേ, ഇതെന്തെല്ലാം നിബന്ധനകളാ? ആദ്യം അകത്ത് വരാൻ, പിന്നെ ഇരിക്കാൻ, ഇപ്പതേ തലേ കെട്ടഴിക്കാൻ. ചന്തപ്പറമ്പിലെ റൗഡിത്തര ഇവിടെ ഇറക്കുന്നതാ. അഴിക്കണകത്ത് 8ാമത്തെ വയസ്സിൽ തലയിൽ ഉറച്ചതാ സാറേ ഈ കെട്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും ഈ കെട്ട് പറയുന്നതിന്റെ തലേ കാണും. സാറിന്റെ തലയിൽ തൊപ്പി മാതിരി. പിന്നെ ഏത് പീനൽ കോഡിലാ സാറേ പോലീസ് സ്റ്റേഷനിൽ തലേക്കെട്ട് പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത്? വിളമ്പിയത് മതി കാവല പ്രസംഗം. വന്ന കാര്യം പറയാൻ കൂടാ. പറഞ്ഞേച്ച് പോകാനല്ല, പറഞ്ഞേച്ച് കൊണ്ടുപോകാനാ വന്നേ. പോടാ മക്കളെ, പോവാം. അതൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല സാറേ, ഒത്തിരി കണ്ടും കേട്ടും തന്നെ ഞാൻ പറയത് വളർന്നത്. കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയാട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല, ബ്രിട്ടീഷ് മാർക്കറ്റും ബ്രിട്ടീഷ് കോളേജും ഒന്നടങ്ക ഇളകി വന്ന് നിൽക്കുക. എന്ത് തെറ്റാ സാറേ ഈ പിള്ളേർ ചെയ്തത്? സാറിന്റെ മകളെ ജീപ്പേന്ന് ഇറക്കി വിട്ടതിന് പകരം നിങ്ങൾ തന്നെ ആളെ വിട്ട് പോലീസ് ജീപ്പ് തല്ലി തകർക്കുക, എന്നിട്ട് കള്ളക്കേസുണ്ടാക്കി ഈ പാവം പിള്ളേരെ ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക. സാറേ, ലാപ്പായതിന്റെ കുറെയൊക്കെ എനിക്കും അറിയാം. എടാ ചോദിച്ചു, നിങ്ങളെ അകത്താക്കിയ പോലെ സാറിനെ അകത്താക്കാനുള്ള വകുപ്പിന്റെ പേരെന്നാടാ? സെക്ഷൻ 2, റോങ്ഫുൾ കൺഫൈൻമെന്റ് ആൻഡ് ലോക്കപ്പ് കൗണ്ടറിംഗ്. ആ, അത് തന്നെ. അന്യായമായി തടങ്കലിൽ പാർപ്പിക്കുക, ലോക്കപ്പിലിട്ട് മർദ്ദിക്കുക. നിയമയിച്ചിലൊക്കെ പഠിച്ച സാർ ഇതൊന്നും അറിഞ്ഞൂടെ? പക്ഷെ പോകാൻ വിസമ്മതിച്ച് പിള്ളേരും പിരിയാൻ വിസമ്മതിച്ച് ഈ നാട്ടുകാരും ഇന്നിപ്പം കൂടെ നിൽക്കുകയാണേല് തള്ളേ, ബാക്കി ഞാൻ പറയണോ? എന്തായാലും എനിക്ക് നിയമം പഠിപ്പിച്ചു തന്നത് നന്നായി. നന്നാവത്തില്ല സാറേ. സായിപ്പ് തയ്ച്ചു തന്നിട്ട് പോയിട്ടുള്ള ഇടിയന്മാരും നിക്കറും കോണാനും മാറി ഇന്നത്തെ ഈ കോലത്തിലായിരുന്നല്ലാതെ നിങ്ങൾക്ക് എന്നാ മാറ്റം ഉണ്ടായിരുന്ന സാറി പറയുന്നേ? സാറേ, അനീതി പ്രവർത്തിക്കുന്നതിനേക്കാള് അത് കണ്ടു നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ കുറ്റവാളി. ആ അർത്ഥത്തില് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളികള് ഇവിടുത്തെ പോലീസുകാരാ. That way, you are a member of the criminal race. വരട്ടെ. അടവെല്ലാം പയറ്റി പാടനീളം കുലുക്കി സടകുടഞ്ഞിതു വഴിവാ ഒയ്യാഹോയ് ചുരികയും പരിചയം പാടകവും കുടിയും പാടക്കങ്ങൾ പലതും കിടിവെട്ടി കിടിലമായി വാ ഒയ്യാഹോയ് അടിപൊളി കൂടെ പൊട്ടി വാ പുലിവാലൻ മീശ പിരിക്കും പുറക്കാടൻ ഏമാനി കലികാല കവല കടന്നാൽ എലി പോലെ വിറപ്പിക്കും ഇവിടെ നാം ഒന്നാണല്ലോ എല്ലാരും ഒന്നാട്ടെ ആഘോഷം നടത്താം അടവെല്ലാം പയറ്റി അടവെല്ലാം പയറ്റി പാടനീളം കുലുക്കി തടകുടഞ്ഞിതു വഴിവാ ഒയ്യാഹോ ചുരികയും പരിചയം താ
തെയ്യം തെയ്യം തെയ്യന്താഴോ കാണാപ്പൂമീനാരേ കാൽക്കാശിന് പോരൂല കണ്ണാടിക്കടവിൽ നിന്നും കിന്നരി മുത്താണേ അടവെല്ലാം പയറ്റി അടനീലം കുലുക്കി തടകുടഞ്ഞിതു വഴിവാ ഒയാഹോ ചുരികയും പരിചയം താ റോക്കുണ്ട് റാക്കുണ്ട് മൈക്കൽ ജാക്സൺ ബീറ്റുമി കൊളോണിയൽ കസിൻസുമുണ്ട് റോക്കുണ്ട് റാക്കുണ്ട് മൈക്കൽ ജാക്സൺ ബീറ്റുമി കൊളോണിയൽ കസിൻസുമുണ്ട് ലവ്ലി ബേസ് പറന്നുയർന്നു പൊങ്ങി വന്നു ക്യാമ്പസിൽ തുടിച്ചു തുള്ളിവാ ലവ്ലി ബേസ് പറന്നുയർന്നു പൊങ്ങി വന്നു ക്യാമ്പസിൽ തുടിച്ചു തുള്ളിവാ അടവെല്ലാം പയറ്റി അടനീലം കുലുക്കി തടകുടഞ്ഞിതു വഴിവാ ഒയാഹോയ് ചുരികയും പരിചയം താ അടഹവും തുടിയും പടക്കങ്ങൾ പലതും പിടിവെട്ടി കീടിലമായി വാ ഒയാഹോയ് അടിപൊളി കൂടം പൊട്ടി വാ പുലിവാലൻ മീശ പിരിക്കും പുറക്കാടൻ ഏമാനി കലികാല കവല കടന്നാൽ നെലി പോലെ വിറപ്പിക്കും ഇവിടെ നാം ഒന്നാണല്ലോ എല്ലാവരും ഒന്നാട്ടെ ആഘോഷം നടത്താം അടവെല്ലാം പയറ്റി അടനീലം കുലുക്കി തടകുടഞ്ഞിതു വഴിവാ ഒയാഹോ ചുരികയും പരിചയം താ അല്ല ആരാ ഇത് പുറക്കാട സർക്കിളോ ഈ വഴിയൊക്കെ അറിയോ? എന്റെ വഴി അടയ്ക്കരുതെന്ന് പറയാനാ വന്നത്. എന്താ താൻ പെരുവഴിയിലായോ? ഈ കണക്കിന് ഞാൻ ഒരു വഴിക്കാവും. കുറുപ്പ് സാറേ, ദേ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ആ മാട് പറയുന്നതിനെ സാറ് തന്നെ മൂക്ക് കയറിട്ടില്ലെങ്കിൽ എനിക്ക് അവന്റെ വരിയെടുക്കേണ്ടി വരും. സാറിന്റെ തണല്ല അവൻ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്ത് സംഭവിച്ചാലും അവന്റെ രക്ഷകൻ സാറാണല്ലോ. അപ്പോ വറീദിന്റെ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ തവണ അവൻ തനിക്കിട്ട് എന്താപ്പാണ് തിരികിയത്? കേസുമെടുത്ത് GD കയറ്റിയ പ്രതികളെ മുഴുവൻ അവൻ ഒറ്റയടിക്കാണ് അടയിറക്കിയത്. ഈ തന്റെ ഇടമൊക്കെ എവിടെ നിന്ന് കിട്ടിയാന്ന് എനിക്കറിയാം. അതേടോ, എന്റെ ബലത്തിൽ തന്നെയാ. കാരണം അവന്റെ ഭാഗത്തുനിന്ന് ഒരു അന്യായം ഉണ്ടാകില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. താൻ അപ്പ കാണിച്ച പോക്കിരിത്തരത്തിന് അവൻ നല്ല ചുട്ട മറുപടി തന്നു കാണും, അത്രേ ഉള്ളൂ. സാറേ, വക്കീലിന്റെ കൂട്ടും ഒരു ചെങ്കൊടി പാർട്ടിയുടെ പിടിപാടുമുണ്ടെന്ന് കരുതി നിയമം നടത്തുന്ന പോലീസിന് നേരെ എന്ത് വാങ്ങാമെന്ന് കരുതി. വായടക്കടോ, നിയമത്തെക്കുറിച്ച് ഉരിയാടാൻ തനിക്കെന്ത് അവകാശമാണുള്ളത്? സെക്രട്ടേറിയറ്റ് നടയിൽ സമരക്കാരെ തുരുത്തി ഓടിക്കുന്ന പ്രൊഫഷണൽ പീരിയഡിലെ കേപ്പബിലിറ്റിയോ, അതോ അസംബ്ലി ഹാളിന് പുറത്ത് പഞ്ചപുച്ഛം മടങ്ങി നിന്ന് 140 പേരെ ബോധ്യപ്പെടുത്തുന്ന ക്യാപ്റ്റിവിറ്റിയോ? അതൊന്നും പോരടോ പുറക്കാടാ. മാട് പറയുന്നതിനെ പോലെ നിയമബോധമുള്ള ഒരു പൗരനെയും അവന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റ് തൊഴിലാളികളെയും നിലയ്ക്ക് നിർത്താൻ അതിന് വേണ്ടത് ക്ലീൻ ബ്രേവറിയാണ്. പച്ച മലയാളത്തിൽ അതിന് ചങ്കുറപ്പെന്ന് പറയും. അതില്ലാതെ പോയതുകൊണ്ടാണ് ചെന്നൈക്കാടന്മാരെ പോലെയുള്ള രാഷ്ട്രീയ കീടങ്ങളുടെ ചെരുപ്പ് നക്കിയായി താൻ അതപ്പതിച്ചത്. പുറക്കാണ്ട് പോവാം. നിന്നെ ഞാൻ ബാബാ ഇത്തിരി കൂടുന്നുണ്ട്. ബാ. താൻ ഇനി ചെന്ന് മനസമാനത്തോടെ കിടന്ന് ഉറങ്ങ്. എങ്ങനെ ഉറക്കം വരുള്ളൂ? ലേലത്തുക 56 കോടിയാ താഴേക്ക് പോകുന്നത്. താനും ഞാനും ഒക്കെ ഒത്തുകളിച്ചെന്ന പത്രങ്ങളായ പത്രങ്ങളും പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഓക്കാണ്ടന്മാരും കിടന്ന് നിലവിളിക്കുന്നത്. വായിലെ വെള്ളം പറ്റുമ്പോ അവന്മാര് താനെ കീറ്റിൽ നിർത്തിക്കോളും. താൻ പോയി ഒരു 10 അബ്കാരി ശരണം വിളിക്ക്. അതിന്റെ ഗുണം തനിക്ക് അടുത്ത വർഷം ഉണ്ടാവും. ആ പിന്നെ ഈ പുറക്കാണ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു 10 മിനിറ്റ് നേരത്തെ ഞാൻ അകത്തോട്ട് കെട്ടിയെടുക്കാം. എനിക്ക് വിരോധമൊന്നുമില്ലല്ലോ? ഒരു വിരോധവും ഇല്ല. ആ മത്തിക്കുഞ്ഞമ്മയുടെ കൊച്ചു കഴിവരുടെ മോൻ സമരം ചെയ്ത് നമ്മുടെ 3 ഉപഷാപ്പുകളാ പുറക്കാട ഒരുമിച്ച് പൂട്ടിച്ചത്. തന്നോടുള്ള അവന്റെ ഗുസ്തി ഇത് ആദ്യമൊന്നും അല്ലല്ലോ. പണ്ടൊരിക്കൽ 2 or 3 മൂട് കഞ്ചാവ് എവിടെയോ പെട്ടുപിഴച്ചു നിന്നതിന് അവൻ സംഘം ചേർന്ന് തന്റെ തോട്ടം മുഴുവൻ തീയിട്ടു. ഇന്നിപ്പോ തന്റെ കള്ളുഷാപ്പിന് മേലെ അവൻ തീ കോരി ഒഴിച്ചിരിക്കുന്നത്. ആ കള്ളു കച്ചവടത്തിനും കഞ്ചാവ് കച്ചവടത്തിനും ഒക്കെ പോയാ ഇങ്ങനെ ഇരിക്കും. ശവം കഴുകിയ സ്പിരിറ്റും
റെക്ടിഫൈഡ് സ്പിരിറ്റും ഒക്കെ കടത്തി തന്നെ ഞാൻ ഇവിടം വരെ വളർന്നത്. ഒപ്പം താനും. എടോ സർക്കിളെ, കഞ്ചാവ് കൃഷി കൊണ്ടാകട്ടെ പട്ടച്ചാരായം വിൽക്കുന്ന മനസാക്ഷി കുത്തു പോലും ഉണ്ടാകേണ്ട കാര്യമില്ല. ഉണക്കച്ചടയിനിൽ ക്ലോറോഫോമോ ഈത്തറോ എന്ത് സാമാനം ചേർത്തിട്ടായാലും ശുദ്ധ ഹഷീഷാക്കി കുഞ്ചറി എത്തിക്കുന്നത് സായിപ്പിന്റെ വയറ്റില പെടാവിലക്ക്, അല്ലാതെ കേരളത്തിലല്ല. രാഷ്ട്രീയമായി നോക്കിയ വെള്ളക്കാരന് ഇന്ത്യക്കാരന്റെ വക ഒരു സോഷ്യൽ പണിഷ്മെന്റ് അല്ലേ അച്ചായ? താനിക്ക് തന്റെ ഒരു കഞ്ചാവും കള്ളതും. ഓ, എന്നെ വെറും ഒരു എസ്പിയുടെ 7ാം കൂലിയാക്കിയ ആ പറയത് സ്റ്റേഷനിൽ നിന്ന് കോളേജ് പിള്ളേരെയും വിളിച്ചോണ്ട് പോയത്. അവന് കളിക്കാൻ പന്തടിച്ചു കൊടുക്കുന്നതോ ആ ഉണക്ക വക്കീല് കുറുപ്പും. പണ്ടാരപ്പെട്ടി പോലും 10 പൈസ വീഴാത്ത ഗതികെട്ട ഈ നാട്ടിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് തലയൂരിയാ മതിയാ. അപ്പോ നടവരവില്ലാത്തന്റെ ചവിട്ടും തൊഴിയോ ഇതൊക്കെ അല്ലേ? തനിക്ക് ചിരിക്കാം. SP-യുടെ മുമ്പിൽ ഞാൻ ഇനി എന്തോന്ന് സമാനം പറയും? കഴിഞ്ഞ തവണത്തെ കള്ളുഷാപ്പ് കേസിന് ആ കാലമാടൻ എന്നോട് പറഞ്ഞതെന്താണെന്നറിയോ? അടുത്തത് റിമൂവ്ഡ് ഫ്രം സർവീസ് എന്ന നോട്ടീസ് പ്രതീക്ഷിച്ചോളാം. ഇതിനിടയ്ക്ക് കീഴിലോട്ട് ഒരുത്തനെ കെട്ടിയെടുക്കുന്നുണ്ട്, ഏതോ ഒരു സബ് ഇൻസ്പെക്ടർ ഹമീദ്. അവൻ എന്നെ പോലെ തന്റെ വഴിക്ക് വന്നില്ലെങ്കിലേ ചെന്നൈക്കടാ തന്റെ കള്ളും കഞ്ചാവും കട്ടപ്പോക. വരട്ടടോ വരട്ടെ. ചെന്നൈക്കാടന്റെ വീട്ടിൽ ഹാജര് വെക്കാത്ത ഒരു പോലീസ് ഇൻസ്പെക്ടറും ഇന്ന് വരെ ആ കസേര വാണിട്ടില്ല. ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ ചരിത്രം അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ ഇവിടെ ചാർജ് എടുക്കാൻ വന്നത്? ചട്ടമ്പികളുടെയും കൊലപാതകളുടെയും പിടിച്ചുപറിക്കാരുടെയും ഈറ്റിലം, എട്ടണ വേശികളുടെയും മുച്ചിട്ട് കളിക്കാരുടെയും വിഹാരരംഗം. കാക്കിയിട്ടുകൊണ്ട് ചെല്ലുന്നവനെ ചാക്കിലാക്കും, തോക്കുമായി ചെല്ലുന്നവനെ പെട്ടിയിലടയ്ക്കും. യാതൊരു തയ്യാറെടുപ്പില്ലാതെ നീ ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നാ നിന്റെ ഉള്ള സൽപ്പേര് പോയി കിട്ടും. കണ്ടാലടി ഹമീദിനോടാണ് കളി. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല. എന്നാൽ കണ്ടാലടി ഹമീദായി നീ കണ്ടാലോടി ഹമീദായി മാറും. എന്റെ വാക്കുകൾ നീ അനുസരിക്കുന്നില്ലെങ്കിൽ സഹോദര നീ പിന്നിലേക്കൊന്ന് നോക്കൂ. Oh my God. എന്തെങ്കിലും ഒരു ബുദ്ധി പറഞ്ഞു താ. നീ ഇന്ന് തന്നെ 1 മാസത്തേക്ക് ലീവ് എഴുതി കൊടുക്കുക. യൂണിഫോം അഴിച്ചു വെച്ച് സാധാരണക്കാരനായി ബ്രിട്ടീഷ് മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലുക. ഒരു തൊഴിലന്വേഷകനായി അവിടെ കഴിയുക. ഇതിനിടയിൽ നിനക്ക് സകല കേടുകളെ അടുത്തറിയാൻ കഴിയും. കൊച്ചു കള്ള ആൾമാറട്ടല്ലേ? അല്ല, ആള് കാഞ്ഞു പോവാതിരിക്കാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബ്രിട്ടീഷ് മാർക്കറ്റ്. ഓക്കെ, ധൈര്യമായിട്ട് പോവാലോ അല്ലേ? എടോ അണ്ണാനെ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മോട്ടിക്കാൻ കിഴക്കോട്ട് പോകുമ്പോ കുട്ടിക്കാനത്തോ ഉപ്പ് തറയിലുള്ള കാട്ടിലെങ്ങനെ ഇറങ്ങും കെട്ടനെ വലിച്ചറേ രാവിലെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിക്കോളൂ. അവനും കൂടെ നമ്മളോട് കൂടിക്കോട്ടെ എന്തോണി ചായ. അത് നീ ആദ്യം 10 കിലോ കക്ക വാങ്ങിച്ചോണ്ട് നീറ്റി കുമ്മായമാക്കി അവനെ സമൂലം പൂശ്, എന്നിട്ട് മനുഷ്യന്റെ കിണത്തിൽ ചേർക്കാം. നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ അച്ഛൻ പ്രിന്റ് അടിച്ചപ്പോ നെഗറ്റീവ് ആയി പോയി, അതുകൊണ്ടാ. വായടക്കടാ ഈ ചേറും. ഹലോ, നിന്നെ ഞാനോ? നിങ്ങളെയല്ല, മറ്റാളെ. ഞാനോ? ഓ, തന്നെ. ഞാനിപ്പോ വരാൻ കേട്ട സമയം. എന്താ ചേട്ടാ, അവരൊക്കെ ആരാ? അത് 2 പിടിച്ചു പറിക്കാൻ 2 കള്ളന്മാരുവാ. എടോ 3 ആസ് എന്റെ കൈ കയറിയപ്പോഴാണോ തനിക്ക് അവരൊക്കെ ആരെന്ന് അറിയാൻ കണ്ട സമയം? പോയി പണി നോക്കണു. കൂടാവില്ല മാഷേ. ഇവിടെ ഈ ഡൂക്കളി കള്ളന്മാരും പിടിച്ചു പറിക്കാറല്ല ഇവിടുത്തെ ഏറ്റവും വലിയ ദാദ ആരാ? ഇവിടുത്തെ ദാദ. അരെ ബുദ്ധു, ഇവിടുത്തെ ഏറ്റവും വലിയ ദാത ആരാണെന്ന് അറിയാതെയാണോ നീ ബ്രിട്ടീഷ് മാർക്കറ്റിന്റെ പരിസരത്ത് കാലൂത്തിയത്? എന്നാ കേട്ടോ, ഞാനാണ് ആടന്തോണി. വാടാ. പടി കൊടുത്തടി മേടിച്ച് കുറച്ച് ദിവസം ഉണ്ടാവൂല അല്ലേ? ഒരു കമ്പനിക്ക് വേണ്ടിയാ.
പ്രതിയെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ നീ ആരടാ? സ്ഥലം എസ് ഐയോ? അതാടാ എസ് ഐ തന്നെയാടാ. എന്താ നിനക്ക് സംശയമുണ്ടോ? എവിടെയാടാ നിന്റെ വീട്? എന്റെ വീട് പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലാ. പോസ്റ്റ് ഓഫീസ് എവിടെയാടാ? എന്റെ വീടിന് മുമ്പിലാ. തമാശ ഇറക്കുന്നടാ. പറയടാ സ്ഥലപ്പേര്. തൂശിമ കൂന്താരോ. പഠിക്കാൻ കണ്ട സമയം. അതെന്തോന്നാടാ തൂശിമ്മ കൂന്താരോ? ചങ്ങനാശ്ശേരി ചിങ്ങമന ചെമ്പത്താനം അപ്പുറത്ത് തൈക്കാട് വാഗ്ദാനം ചാലക്കുടിക്ക് അപ്പുറത്ത് പോകുമ്പോ ചോപ്പുള്ള പാത. അതാണ് സാർ എന്റെ ഗ്രാമം. തൂശിമ കൂന്താരോ. ഒരു ഗ്രാമം. അയ്യോ ചേട്ടാ, ഞാൻ ദാതയല്ല. എന്നെയാ? അയ്യോ സാർ, ഞങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. ഇയാളൊരു തമാശ ചോദിച്ചു, ഞാനൊരു തമാശ പറഞ്ഞു. അപ്പൊ ഇയാളൊരു തമാശ ചെയ്തു. അതുപോലെ സാറും തമാശ ചെയ്യരുത്. പോ ഇപ്പൊ ഞാൻ പോവാം. ഒരു മാസം കഴിയുമ്പോ ഞാൻ തിരിച്ചു വരും. പോടോ. സർക്കിളായിട്ട് എന്താടി നിന്റെ പപ്പയുടെ കയ്യിൽ നിന്ന് പുഷ്പം പോലെയല്ലേ അവൻ പോകുന്നത്? ഇപ്പൊ അവൻ ഹീറോ അല്ലേടി, സൂപ്പർ ഹീറോ. ഹീറോയെ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് സീറോ ആക്കും. നിനക്കൊക്കെ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? ഓക്കെ. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് മീറ്റിംഗ്. ഒന്ന് നിന്നേ. നിന്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ ആരുമാകാം. മീൻകാരനോ തോട്ടിയോ തെണ്ടിയോ എന്തും കളിയായിക്കോളൂ. പക്ഷേ എന്റെ അമ്മച്ചിയും ഇച്ചാച്ചനും ആ പാവങ്ങളെ വെറുതെ വിട്ടേക്കും. മീൻകൊട്ട ചുമന്നും കടപ്പുറം തെണ്ടിയുമാ എന്റെ അമ്മച്ചി എന്നെ ഇവിടെ എത്തിച്ചത്. കാളക്കഴുത്ത് കണ്ടിക്കുന്ന ഇച്ചാച്ചനും ജീവിക്കാൻ വേണ്ടി മാത്രം പിച്ചാത്തി എടുത്ത്. ഇതൊക്കെ ഞങ്ങൾ താഴേക്കിടയിലുള്ളവരുടെ കുറവുകൾ. ആ കുറവുകൾക്ക് എന്നെ ശിക്ഷിച്ചോളൂ. പക്ഷേ മകനെ മീൻകാരനും ഇറച്ചിവെട്ടുകാരനും ആക്കാതിരിക്കാനുള്ള ഒരമ്മയുടെ ആഗ്രഹത്തിന്റെ പേരിൽ അവരുടെ കണ്ണ് നിറയാനിടയാക്കരുത്. ഞാൻ ദാതയല്ല എന്റെ പൊന്നു സഹോദര. എന്തിനാണ് എന്റെ കാലടികളെ പിന്തുടരുന്നത്? ഞാൻ തെറ്റ് ചെയ്തു. ചേട്ടനെ പോലുള്ള മഹാമനുഷ്യനെ മഹാറെവിടെയെ ഞാൻ അടിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയൂ ചേട്ടാ. അയ്യോ എന്റെ കർത്താവ്, ഇതൊരു വലിയ കുരിശായല്ലോ. ഞാൻ ക്ഷമിച്ചു. കാലെന്ന് വിട്. ഞാൻ വിടില്ല. കാല് വാരാനുള്ള ശ്രമമാണോ? പിന്നെ തനിക്ക് എന്ത് വേണം? ചെണ്ട് ചെയ്യാ. എത്ര കിലോ വേണം? എത്ര കിലോ തരും? തലത്തുടിക്ക്. എനിക്ക് മാർക്കറ്റിൽ ഒരു പണി വാങ്ങിച്ചു തരോ? എന്ത് പണി വേണം ഞാൻ ചെയ്തോളാം. ബ്രിട്ടീഷ് മാർക്കറ്റ് എന്തുവാടാ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിച്ചോ നീ? ആടിന്റെ അതേ ശബ്ദം. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. കള്ളക്രിസ്ത്യാനിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുന്ന കേൾക്കണം. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തന്നോട് യാതൊരു വിരോധവുമില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്ത് പണിയാ? പേടിച്ചു പോയി. ഓൾ ദ വെൽ സ്റ്റേജ്. ബൈ. ജോയിച്ചാ, ഫോർത്ത് അവർ കഴിഞ്ഞല്ലോ, പോകുന്നില്ലേ? എന്താ അതിനും വേണോ തമ്പുരാട്ടിയുടെ സമ്മതം? എന്താ ചോദിച്ചത്? പിണക്കും വെറുപ്പൊന്നും ഇതുവരെ മാറിയിട്ടില്ലേ? തെറ്റു പറ്റാതിരിക്കാൻ ഞാൻ അത്രയ്ക്ക് വലിയ കുട്ടിയാ? ഞാൻ അറിവില്ലാത്തവളാ ചോദിച്ച. അറിവും ബോധവും പറഞ്ഞുതരാൻ എനിക്ക് അമ്മയില്ല. ആകെയുള്ള അച്ഛനിൽ നിന്ന് പഠിച്ചത് അഹങ്കരിക്കാൻ മാത്രമാ. ഞാൻ ചോദിച്ചതിനെ മനസ്സിലാക്കിയല്ലോ, എന്നെയും മനസ്സിലാക്കണം പ്ലീസ്. എന്തേലും ഇറച്ചിപ്പണി ഇവിടെ കൂടാ. ചാക്കരക്കുള്ള കാശത്താ പോരെ? ഓ 100 വട്ടം സമ്മതം. ഒരു മാസത്തെ കാര്യമല്ലുള്ളൂ. അത് കഴിഞ്ഞ് നീ എന്താ ഗൾഫിൽ പോകണം? അല്ല, ഒരു മാസം കൊണ്ട് പണിയെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാലെന്ന് കരുതിട്ടാ. അറപ്പാവന്റെ പണി അറാമ്പറപ്പുറന്ന് സൂക്ഷിച്ചു വേണം. ഇത്ര വോൾട്ടേജ് ശരിക്ക് വേണ്ട. ഇവനെ സ്ലോട്ടർ ഹൗസ് കാണിച്ചോളൂ. അതെന്തത്? മാടിനെ കശാപ്പി എന്ന സ്ഥലം. എന്നെ കസാബിയം കൊണ്ടുപോവാ? അടങ്ങി ഒതുങ്ങി നിന്നില്ലേലും മിക്കവാറും അത് നടക്കും. കൂട്ടത്തിൽ പൊതിഞ്ഞു വിട്ടാ തിന്നുന്നവരറിയേല. ഇതില് ടേസ്റ്റ് കാണ്ടാമൃഗത്തിന്റെ ഇറച്ചിക്കാ. ഇതേതാ ഈ ജീവി? അങ്ങ് ചൊവ്വയെന്ന് വന്നതാ. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണം ഇല്ല. ഇത് ഷോക്കാറ്റോ? കത്തി കരിഞ്ഞിരിക്കണ്ടല്ലോ. ദൈവത്തിന്റെ ഒരു വികൃതിയാ. ദൈവത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞാൽ മതി. എന്റെ തന്തയുടെ. അപ്പൊ വെറും പൊണ്ണത്തടി മാത്രമല്ല, നിന്റെ ഒക്കെ തലയിൽ എന്തേലൊക്കെ ഉണ്ടില്ലയോ? എന്തോ നാളെ ഒരു പ്ലാനും പദ്ധതിയൊക്കെ. മാടുവറിയതിന്റെ കുളിവെള്ളത്തില് ഒരു തോട്ടാ പൊട്ടിക്കുന്ന കാര്യം ആലോചിക്കുകയായിരുന്നു. അച്ഛനിങ് വന്നേ പറയാം. എന്തോ വാന്ന്.
ഞങ്ങൾക്ക് ഈ കടയൊന്ന് പരിശോധിക്കണം. ഓ അതെന്താ? സർ ആ കത്തിങ്ങൊരു സാർ, നമ്മൾ സംശയിച്ച പോലെ തന്നെ മസിലിന്റെ ഫൈബർ ടെക്സ്ചർ, കൺസിസ്റ്റൻസി, കളർ, സ്മെൽ എല്ലാം ഹൺഹോൾസമാണ്. ഇതെന്താ മനുഷ്യോപയോഗമല്ലാത്ത മാംസമാണോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്? സാറേ, മുനിസിപ്പാലിറ്റിയുടെ സീൽ ഇല്ലാത്ത ഒരു കഷ്ണം ഇറച്ചി പോലും എന്റെ കടയിലില്ല. എന്റെ പെർമിറ്റും ഉണ്ട്. തെളിവാണ് പ്രധാനം. അത് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. തമ്പി, തെറ്റാളെ ഫെനാൽ ഒഴിച്ച് അതെല്ലാം നശിപ്പിച്ചേക്കും. കേട്ടോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി സാറുമാരുടെ വരവ് എനിക്ക് ഒളത്താനാണെന്ന്. സത്യം പറ സാറേ, ആരായി നാടകത്തിന്റെ പിന്നില്? എത്ര മേടിച്ച് വിഴുങ്ങിയിട്ടായി എഴുന്നള്ളത്ത്? മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ തന്നെ മൂക്കൂടെ കയറ്റി വായ്ക്കൂടെ ഇറക്കുവോ? നിയമം നടത്താൻ വന്നോ ഉദ്യോഗസ്ഥന്മാര്? ദിവസവും നേരം വെളുക്കുന്നതിന് മുമ്പ് ഇറച്ചി പിച്ചാത്തല്ലേ ചോര വരെ നക്കി വെളുപ്പിച്ചിട്ടല്ലേ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ മുനിസിപ്പാലിറ്റിയിലോട്ട് കയറുന്നത്? എന്നിട്ടൊരു നിയമം നടത്തലും. ഡിഫെൻഡ് ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. വിളിക്ക്. പോലീസിനെ തന്നെ ആക്കണ്ട, പട്ടാളത്തെ കൂടെ വിളിക്ക്. പക്ഷേ തൽക്കാലം ഇവിടെ ഇറങ്ങാതെ. അന്തോണിയെ ഞാൻ കണ്ടേ. അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പ്രോഗ്രാം ആയിരുന്നല്ലേ? കട്ടനിടാൻ പോലീസിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ. സർ, വി ആർ നോട്ട് സ്ട്രോങ് ഇനഫ് ടു റെസിസ്റ്റ്. ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. വെറുതെ ആളെ കുട്ടി ആളാകാൻ നോക്കരുത്. മര്യാദക്ക് ജീപ്പിക്കറ്. സാറേ, അകത്തോട്ട് ജീവനോടെ വരുന്നൊക്കെ ചത്ത് മരിച്ച് പുറത്തേക്ക് പോകുന്ന സ്ഥലമായത്. മീനും കണ്ടാലും മാത്രമല്ല, അത്യാവശ്യം പോലീസും ഐസിട്ട് വണ്ടിയെ കയറും. അന്തോണിയെ, ആ സാറന്മാരെ, ഇതാ ചുട്ടോ വറുത്തോ എങ്ങനെ വേണേലും കഴിക്കാം. പാചക വിധി യുക്തം പോലെ. ഇതാ കൊണ്ടുപോക്കോ. ആ, ഇനി സാറന്മാരും പൊക്കോ. പുറക്കാട് സാറിനെയും കഴിപ്പിക്കണേ. നിന്റെയൊക്കെ ജീപ്പിന് കയറാനും കുത്തിക്കറി നിന്റെ പള്ളക്കേർക്കും. കൊള്ളാം, പെർഫോമൻസ് അസലായി. ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്താനും പോലീസിന്റെ കഴുത്തിന് പിടിക്കാനും കേൾപ്പുള്ളവൻ. മാട് പറയത് ഓൺലി കറേജിയസ് മാർക്കറ്റ് ഹീറോ. താനേ അങ്ങനെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കണ്ട, മലയാളത്തിൽ ഉണ്ടാക്കിയാ മതി. എന്നാ പിന്നെ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറയാവടാ. കുറച്ച് നേരമായടാ ഞാൻ നിന്റെ മസിലേറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു. മുനിസിപ്പാലിറ്റിക്കാരെയും പോലീസിനെയും നിലയ്ക്ക് നിർത്താൻ നീ ആരടാ? ഇവിടത്തെ നാട്ടുരാജാവോ? അതടാ, നീ കാട്ടുകളാണെങ്കിൽ ഞാൻ നാട്ടുരാജാവാ. ഈ ചന്തപ്പറമ്പിലുള്ളവർക്ക് ഞാൻ നടത്തുന്ന നീതിയാണ് ഇഷ്ടം, അല്ലാതെ നീ അടിച്ചേൽപ്പിക്കുന്ന അനീതിയല്ല. ഈ ഡൽഹിയിലും തിരുവനന്തപുരത്തൊക്കെ നിന്നെ കാണുമ്പോൾ മുട്ടിടിക്കുന്നവരുണ്ടാവും. പക്ഷേ ആ നഗരപ്പ് ബ്രിട്ടീഷ് മാർക്കറ്റിൽ എടുത്താലേ ചെന്നക്കാടന്റെ വീട്ടുമുറ്റത്തൊരു പന്തലുയരും. ആ ശവാടക്കന് പനിനീര് തെളിക്കാൻ ഇവിടുന്ന് ഒരു പട്ടി മറിയല്ലടാ. പരിതേ പരിത വാടാ, പരിയിലേക്ക് വാ. വന്നല്ലോ വക്കീൽ സഖാവ്. ഇയാൾ ഒറ്റ ഒരുത്തനാ ഇവന്റെ സകല കുരുത്തക്കേടുകൾക്കും കോൺട്രാക്ട് എടുത്തിരിക്കണം. എന്നോട് വേണോ കുതിരകയറ്റം? അതിന് താൻ കിമ്പളം കൊടുത്തു നിർത്തിയിരിക്കുന്ന ഈ വർഗത്തോട് പോരെ കുഞ്ചറിയാച്ച? ബാലറ്റ് വെട്ടിയിൽ 10 വോട്ട് പോലും തികച്ചു വീഴിക്കാൻ കെൽപ്പില്ലാത്ത ഇവനെ പോലെയുള്ള രാഷ്ട്രീയ പഴുതാരകൾക്ക് വേണ്ടി സ്വയം വന്ധീകരിക്കുന്ന നിങ്ങളുടെയൊക്കെ ഈ പ്രൊഫഷണൽ ബ്യൂറോക്രസി ഉണ്ടല്ലോ, അതല്ല ഈ നാടിന് ആവശ്യം. ഈ നാടിന് വേണ്ടത് ജനകോടികളെ ഭയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് യജമാനന്മാരെയും ഗുണ്ടാ രാജാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന എത്തിക്കൽ അരിസ്റ്റോക്രാറ്റുകളെയുമാണ്. അങ്ങനെയുള്ളവന്മാർ ഈ കുപ്പായത്തിനുള്ളിൽ ഇല്ലാത്തടത്തോളം കാലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില മാട് പറയതും മാങ്ങാ പറയതും ആട് ഫാദർ അന്തോനിയും ഒക്കെ തനിക്കട്ടല്ല ഒരു പൂശു പൂശിന്നിരിക്കും. വടാ. കണ്ടില്ലേ അച്ചു കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോപ്രായി തരങ്ങള്? നാട് നീളെ അടി. കടയിലെങ്കിലും മര്യാദയ്ക്ക് നിൽക്കുവോ? അതും ഇല്ല. വലിയ ചട്ടമ്പി അല്ലേ ചട്ടമ്പി. എന്താടാ ഒന്നും മിണ്ടാത്ത? ഇവിടെ പറഞ്ഞു കേട്ടില്ലേ? നല്ല കേട്ടു. സേവ് ചെയ്ത് അച്ഛനെങ്കിലും ഭേദവസ്ത്രം തുറക്കാതിരുന്ന് വെച്ചാൽ മതി. കണ്ടോ കണ്ടോ മുഷ്ക്, നമ്മള് തിന്നുന്ന തീക്ക് ഒരു വിലയില്ല. അയ്യോ, നീ ഇനി തീ തിന്നുമ്പോഴേ കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കി തിന്നച്ചാൽ മതി. അച്ചോ, വിളിച്ചെന്ന് വെച്ചാൽ കാര്യം പറ. എനിക്ക് രണ്ടെണ്ണം അടിക്കേണ്ട സമയമായി. എന്തിനാടാ രണ്ടെണ്ണം ആക്കുന്നത്? ഒരു ഷാപ്പ് കൂടെ അങ്ങോട്ട് കേട്ടടാ. എത്ര പറഞ്ഞാലും നാണമില്ലാത്തവൻ. ഇങ്ങോട്ട് നോക്കടാ. ഇവളാരാടാ? മരം കേറി. നിന്റെ ആരാന്നാ ചോദിച്ചു? എന്റെ ആരുമല്ല. അല്ല, ഇവൾ എന്നെ കെട്ടി അടങ്ങുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചോദിച്ചു? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അപ്പൊ നിനക്ക് ഇവിടെ വേണ്ട അല്ലേ? എന്റെ പട്ടിക്ക് വേണം. ഇവിടെ കെട്ടിക്കണോ വരുന്നു പുതുമാരൻ. എടി മേഴ്സി, ഒരു കാര്യം ചെയ്യ്. നീ ആ ചെന്നൈക്കാരൻ വർക്കില്ലേ, അവനെ തന്നെ കെട്ടിക്കും. കുത്തി മലത്ത് ഞാൻ. എന്നെ
വർക്ക് അപ്പൊ ഇത്രയൊക്കെ ഉള്ളല്ലേടാ? എന്തിനാടാ പിന്നെ വേഷം കെട്ട് കാണിക്കുന്നേ? എടാ നിന്റെ ഈ ചട്ടമ്പിത്തരമൊക്കെ നിർത്ത്. എന്നിട്ട് ഇവളെയും കെട്ടി ഓട്ടത്ത് സമാധാനമായിട്ട് ജീവിക്കാനുള്ളതിന് പകരം നാട്ടുകാരുടെ മുമ്പ് 4 കാലും പറിച്ച് നടക്കാ ധിക്കാരി. ഇതൊക്കെ വെറും പടമാണച്ചോ. വലിയ മാട് പറയത് കുഞ്ഞമ്മേടത്തിന് മുന്നില് വെറും പൂച്ച പറയതാ. ഇന്ന് എന്നെ കണ്ടില്ലേ? എന്നാ ഉടക്കിൽ നിന്ന ആളാ. അമ്മച്ചി വന്ന് വിളിച്ചപ്പോ ഡിം. അവിടെ ഒരു ടീം. നീ വരുന്നുണ്ടോ? തന്നയ്ക്ക് മുമ്പ് വീട്ടിൽ കൊണ്ടാക്കാം. ഹലോ, മൈക്ക് ചെക്കിംഗ്, മൈക്ക് ടെസ്റ്റിംഗ്. മിസ്റ്റർ അണ്ണാൻ സോമൻ, അണ്ണാന്റെ വേഗതയിൽ മരങ്ങൾ ചാടിക്കേറി ഫലമൂലാദികൾ മോഷ്ടിക്കുവാനുള്ള കഴിവ് താങ്കൾക്കും. മിസ്റ്റർ ഓടിളക്കി തോമ, ഒത്തിരി കാശുള്ള വീടിന്റെ ഓടിളക്കി കയറി ഓർണമെന്റ്സ് മോഷ്ടിക്കാനുള്ള കഴിവ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചതാണോ അതോ നിരന്തര ധ്യാനത്തിലൂടെ കിട്ടിയ വരദാനമാണോ? പാരമ്പര്യമാടാ. എവന്റെ അപ്പൻ അപ്പൂപ്പന്മാര് തൊട്ടേ കള്ളന്മാരാ. എന്റെ ഒന്നാന്തരം ഒരു ഇഡലി തട്ട് അടിച്ചോണ്ട് പോയത് എവന്റെ അപ്പനാ. അപ്പൊ ചേച്ചിക്ക് ഇപ്പൊ തട്ടില്ല. എന്തോണിച്ചോ? ഓ വട വട. നാളെ ചന്ത ദിവസം പച്ചക്കറി മാർക്കറ്റില് ചെന്നക്കാന്റെ സ്റ്റാളിലൊന്നും ഒരു പച്ചല പോലും കാണരുത്. ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങണ്ട. ചന്തവളവ് കാണണം. എന്താ സംഭവിച്ചത്? പാമ്പാടിന് ലോഡ് പോകുന്നവരെ ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നേരം വെളുത്തപ്പോ ഇവിടെ എത്തേണ്ട വണ്ടികളെല്ലാം തിരിച്ച് അവിടെ തന്നെ ഉണ്ട് അച്ചായ. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. എന്നെ അച്ചായി കാണിക്കുന്നത്? ചെന്നൈക്കാടന്റെ സ്റ്റാളിൽ ചരക്ക് വന്നിട്ട് മതിയടാ നിന്റെ ഒക്കെ കച്ചവടം. കൊല്ലം 1.5 കഴിഞ്ഞു. താനിനി എന്നാ ഇടപാട് തീർക്കുന്നേ? പലിശയുടെ പലിശയും കൂടെ തന്നെ ഇപ്പൊ 1,00,000 കഴിഞ്ഞു. മുതലും ചോദിച്ചുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം തന്റെ പിന്നാലെ നടക്കാൻ എന്റെ പിള്ളേർക്ക് യാതൊരു പണിയില്ല, ഇല്ലയോ? മനഃപൂർവ്വമാണോ വർക്കിച്ച? കായ് കയ്യിൽ വേണ്ടേ? തുകലിനാണ് കഴിഞ്ഞ 3 മാസമായിട്ട് വില താഴോട്ടാ. എവക്ക് വേണ്ടി പണിയിച്ചു വെച്ചിരുന്ന 10-15 പണവട ഉരുപ്പടികളും പണയത്തിലായി. ഓ, പുരാണൊക്കെ തനിക്ക് ഒത്തിരി പറയാൻ കാണും. അത് കേൾക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം ഞാൻ പണ്ടേ പറഞ്ഞതാ. ഇത്ര വേഗം എല്ലാം മറന്നോ? കുഞ്ഞോനച്ഛൻ 5 പൈസ പോലും കയ്യിൽ നിന്നുണ്ടാക്കണ്ട. താലിമാല വരെ വർക്കിച്ചാനിടും. പെണ്ണിനെ വല്ല ചന്തപ്പിള്ളേർക്കും കൈ പിടിച്ചു കൊടുക്കുന്നതിൽ എത്ര വലിയ ഭാഗ്യ ചെന്നക്കാട്ട് കുടുംബത്തെ ചെന്ന് കയറുന്നത്. വർക്കിച്ചനും അറിവുള്ളതല്ലേ ഇവള് പറയതിന്റെ പെണ്ണാണെന്ന്? ഞാനും കുഞ്ഞമ്മയും പണ്ടേ പറഞ്ഞ് ഉറപ്പിച്ചതാ. അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഞാൻ ഇവളെ തന്നെ ആലോചിച്ചത്. അല്ലാതെ വർക്കിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നും അല്ല. കുഞ്ഞോനച്ഛൻ ശരിക്കും ഒന്ന് ആലോചിച്ചേ. ഈ പ്രായമായ കാലത്ത് ഇനി കടവും കടപ്പാടും ഒക്കെ തീർത്ത് ഇവളെ നല്ല നിലയിൽ പറഞ്ഞേക്കാമെന്ന് കരുതുന്നുണ്ടോ? പിന്നെ വറീദിന്റെ കാര്യം 24 മണിക്കൂറും കുത്തും കൊലപാതകമായി നടക്കുന്ന അവൻ ആരുടെ കയ്യിൽ തീരുമെന്ന് പറയാൻ പറ്റുമോ? പിഴയാ കുഞ്ഞോനച്ച, അവൻ മുറ്റു പിഴയാ. നമ്മുടെ ഒന്നും കുടുംബത്തിന്റെ 7 ഇലത്ത് അടുപ്പിക്കാൻ കൊള്ളത്തില്ല അവനെ. എന്നാലും എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ഇരുന്നും കിടന്നും ആലോചിച്ചോ. പക്ഷെ വർക്കി ആദ്യമായിട്ടൊരു താലി പണിയുന്നെങ്കിൽ അത് കുഞ്ഞോനാച്ചന്റെ മോൾക്കായിരിക്കും. അതിൽ യാതൊരു തർക്കമില്ല. വാടാ. ചെന്നക്കാരന്റെ കൊച്ചമ്മയൊന്ന് നിന്നേ. പലിശക്കാശിന് പകരം നിന്നെ തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞോടി ആ ഇളയ ചെന്നക്കാടനോട്. ആർക്കും വേണ്ടല്ലോ എന്നെ. പിന്നെ ആരുടെ കൂടെ പോയാലെന്താ? ആർക്കും വേണ്ടാത്ത മാട് പറയുന്നതല്ലേ. അല്ലെ പിന്നെ ഇത്രയും നാളും മനസ്സിൽ കയറി ഇറങ്ങിയിട്ട് അപ്പനും മോളും കാല് മാറി കളയോ? ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? കുഞ്ഞിനാളില് എടുത്തോ പള്ളിയില് കുരിശുവരെ പെരുന്നാളിന് കുരുത്തോല കരിച്ച് കുരിശ് വരച്ചു തന്നത് നെറ്റീന്നേ മാഞ്ഞിട്ടുള്ളൂ.
മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അങ്ങനെ വർക്കിയുടെ ചൂണ്ടയിലും സിലോപ്പിയ കൊത്തി. ഇനി വർക്കിച്ചാൻ വറുത്ത് പൊരിച്ച് മുളക് പൊരിട്ട് ഞാൻ കഴിച്ചാ പോരെ. ചങ്ങനാശ്ശേരിക്കരയില് ഇത്രയും തലയെടുപ്പുള്ള ഒരു ഊറ്റൻ ചേർക്ക് വേറില്ല. ആലയ്ക്കാപ്പറമ്പിൽ കുഞ്ഞോനാച്ച നിനക്ക് തരാനുള്ള മുതലും പലിശ. ഇതോടെ ആ കല്യാണ പൂജ മറന്നേക്ക്. അല്ല, നീ വന്ന് പറഞ്ഞാ ഉടനെ മറക്കാനും പൊറുക്കാനും ഇതെന്താടാ കാലിനട കമ്പോളച്ചിറക്കോ? ആണും പെണ്ണും സംസാരിക്കാൻ പോകുന്നിടത്ത് ഇത് രണ്ടുമല്ലാത്ത സാർ എന്തിനാണ് ഇടപെടുന്നത്? സിറ്റ് പ്ലീസ്. എടാ വരീതേ, നിനക്ക് ബുദ്ധിയില്ലേ? ചെന്നൈ കടമാർക്ക് എന്തിനാടാ കാശ്? അപ്പൻ അപ്പൂപ്പന്മാരുടെ കാലത്ത് തന്നെ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വർക്കിക്ക് വേണ്ടത് ഒരു പെണ്ണ. അത് വേണം തോന്നിയപ്പോ മനസ്സിൽ പിടിച്ച ഒരെണ്ണത്തിന് ചാപ്പ കുത്തുകയും ചെയ്തു. അത് മറന്നേക്കാൻ പറഞ്ഞാൽ എങ്ങനെയാ? അന്തോണിച്ചോ എന്തോ ഇനി ഇപ്പൊ എന്താ ചെയ്യുക? ചാപ്പകുത്തി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വർക്കിച്ചൻ എന്ന് ഓർമ്മിക്കുന്ന രീതിയിൽ അങ്ങ് പൊട്ടിച്ചേരെ. മറന്നേരെ മറന്നേരെ മറന്നേരെ. മാട് പറയും നിന്നെ എന്നും ജയം നിന്റെ കൂടെ ആയിരിക്കുമെന്ന് കരുതണ്ട. ഒരു ദിവസം നീ എന്റെ മുമ്പിൽ വരും, ശരിക്കും ഒരു അറവ് മാടായിട്ട്. രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ഓർത്തോ. സാറേ, വറീതിന് കാക്കിയോട് ഇമ്മണി ബഹുമാനമുണ്ട്. പക്ഷേ അത് ഇട്ടോണ്ട് ഇടാണ്ട് സാറിനെ കാണുമ്പോ കൊല്ലാനും വളർത്താനും കൊള്ളാത്ത എറണാകട്ട മാടിനെ കാണുന്ന പോലെയാ. പേട് പേട്. അയ്യോ തള്ളേ. അയ്യോ, വേണ്ട വേണ്ട, ഇനി ഇന്ന് വേണ്ട. കാമുകിയെ കെട്ടാൻ കാമുകൻ പണം കെട്ടി. ചങ്ങനാശ്ശേരി തന്റെ ഭാവി വധുവിനെ ബ്ലേഡുകാരിൽ നിന്ന് മോചിപ്പിക്കുവാൻ കാമുകനായ നല്ല ശമരിയാക്കാരൻ മുതലും പലിശയും അടച്ച് കാമുകിയുടെ അച്ഛന്റെ കടം തീർത്തതായി വാർത്ത. സ്വർണം പണയം വെച്ചത് രൂപ 30,000. എല്ല് തുകൽ വിറ്റുവരവ് 25,000. ഈട്ടിക്കൽ ഫിനാൻസിയേഴ്സ് വായ്പാ തുക 25,000. കടം വാങ്ങിയത് 25,000. ആകെ തുക 1,05,000. ചെന്നൈക്കാടൻ വർക്കിക്ക് കൊടുത്തതും 1,05,000. ബാക്കിയുള്ളൊരു മസാല ദോശയ്ക്ക് കാശ് ചോദിച്ചാ 10 പ്രാവശ്യം മടിക്കുത്തേ തപ്പും. ഇതിപ്പോ തോർത്തി വാരിക്കൊണ്ട് പോവല്ലായിരുന്നു സമ്പാദ്യം മുഴുവൻ. ഒരു കള്ള കാമുകൻ. ആരോടാടാ നീ പുറകുന്നത്? അയ്യോ ഇച്ചാച്ചനോ, ഞാൻ കണ്ടില്ല കേട്ടോ. കുറെ നേരമായോ വന്നിട്ട്. അമ്മച്ചിക്ക് വായിക്കാൻ ഞാൻ ചില കണക്കൊക്കെ എഴുതി വെക്കുമായിരുന്നു. തെറ്റുണ്ടോ ആവോ? അമ്മച്ചിയെ ഇതിൽ വല്ല പെശകുണ്ടോ നോക്കിയേ. ഈ കണക്ക് അമ്മച്ചി അടുത്തെങ്ങാനും നീ വിത്തരിച്ച എന്നാ ചെയ്യും? നിന്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന സകല പെമ്പിള്ളേരും ചേർത്ത് കഥയുണ്ടാക്കി ഞാൻ അമ്മച്ചോട് പറഞ്ഞു കൊടുക്കും. പറയോ? പറയൂ. പറയും. അതെനിക്ക് കടിച്ച പ്രേമത്തിൽ ഒന്നാറാകാൻ ഞാൻ ഈ പ്രേമത്തിന്റെ കണക്ക് ഞാൻ അമ്മച്ചി അവതരിപ്പിക്കട്ടെ. രണ്ടിന്റെ ഗുണവധികാരം ഞാൻ കേട്ടു. കാണമില്ലല്ലോടാ കാശും പോന്നു ചേട്ടി വല്ലവന്റെ പുറകെ പോയി പെണ്ണിനെ ഇറക്കാൻ. മീശയും പിരിച്ച് മാടിനെയും കെട്ടിപ്പിടിച്ച് നടന്നാ പോരാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ഒരു ചൊണ വേണം. ചൊണ. അമ്മയും മോനും കുറഞ്ഞിട്ട് തീർന്നോ? എന്നാ ചിലത് പറയതിനും പറയാനുണ്ട്. അവിടെ മോന്ത കണ്ടു മയങ്ങിയിട്ടൊന്നും അല്ല ഞാൻ കള്ളക്കടവും വാങ്ങിച്ച് ചെന്നക്കാടിന്റെ പുറകെ പോയത്. ആ തള്ളയില്ലാത്ത പെണ്ണല്ലേ, കണ്ട കാട്ടുപോത്തിന്റെ കൂടെ കാട് കയറി പോകണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. അപ്പൊ അവള് നിന്റെ കണ്ണി പിടിച്ച പെണ്ണൊന്നും അല്ല അല്ലേ? എടാ ചോദിച്ചോ? എന്തോ? എന്നാ പിന്നെ ഈ ആലോചന നമുക്ക് പറ്റിയാലെന്ന് നീ ആ കുഞ്ഞനച്ചനോട് പോയി പറഞ്ഞേച്ചു. വ്യത്യാസം കാണിക്കുന്നു. പുണ്യാളത്തിന് മുമ്പ് വെച്ച് കൈ അടിച്ച് സത്യം ചെയ്ത് കാല് മാറുക. അങ്ങനെ വഴിക്ക് വാ എന്റെ പോത്ത് പറയതേ. എന്നാ ഈ അരിയടുപ്പത്ത് കൊണ്ടിട്. പിടിയടാ, എന്നാടാ ഒരു മടി, കൊണ്ടിടറോ അങ്ങോട്ട്. വറീച്ചായനോട് കുഞ്ഞമ്മയത്തോടുള്ള വൈരാഗ്യം ഈ പാവം പിടിച്ച മീൻ കച്ചവടക്കാരോട് തീർക്കുക. ആ ചെന്നൈക്കാടന്മാരെ ഒരു പച്ചമീൻ ചെതുമ്പല് പോലും ഞങ്ങൾക്ക് ഇനി മുതൽ തരത്തില്ലെന്നാ അവര് പറയുന്നേ. ചെന്നൈക്കാടന്മാര് അവരുടെ സ്വന്തം ആളുകളെ ഇറക്കി കച്ചവടം തുടങ്ങുന്ന വേറൊരു ന്യൂസ്. അമ്മച്ചി വർക്കിച്ചാ, എന്നെ എന്റെ ചെറുക്കനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് താൻ ഈ പാവപ്പെട്ട മീൻ കച്ചവടക്കാരുടെ തൊണ്ടയ്ക്ക് പിടിക്കരുത്. ഒന്ന് പോതല്ലേ, നെഞ്ചത്തടിയും കരച്ചിലൊന്നും ഇതിന്റെ മുമ്പിൽ വേണ്ട.
ഞങ്ങൾ ചെറുകിട കച്ചവടക്കാർക്ക് മീൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് 3.5 തരാം. 3.5 4.5 തീരുമാനിക്കാൻ വരട്ടെ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. തീരുമാനിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത്. ഇന്നലെ വരെ നീയൊക്കെ ചന്തി ഉറപ്പിച്ചെടുത്ത് ഇന്നു മുതൽ ഞങ്ങൾ ആളുകളാ. നിന്നെയൊക്കെ തീറ്റി പോരുന്ന് ഞങ്ങൾ മതിയാക്കി. എന്നാ നിന്റെയൊക്കെ മീൻ കച്ചവടം ഇന്നത്തെ കൊണ്ട് മതിയായിക്കോളാം. ചെണ്ടക്കാടിന്റെ വറ്റേ മോതൊക്കെ ഇവിടെ ചീഞ്ഞ് നേരത്തേ ഉള്ളൂ, അല്ലാതെ ഈ ചെണ്ട നിർത്താൻ നോക്കണ്ട. ഒനമ്പത്തും തൂത്തുകൂടെയുള്ള പാവപ്പെട്ട പലക്കാരെ പറ്റിച്ച് നീ കൊണ്ടിരുന്ന എന്ത് ചരക്കും ചെന്നക്കാടന്മാരെ അണ്ണാക്കി പിടിക്കാനുള്ള കള്ളും കപ്പയാക്കുന്നത് ഈ നിൽക്കുന്ന പാവങ്ങളാ. ഇവരോട് കളിക്കാനാ ഭാവമെങ്കില് നിന്റെ വണ്ടി മീൻ ഇവിടെ കിടക്കും. ഒരു ഇഞ്ചിടെ ഇറങ്ങിയല്ല കൊടുക്കണവന്റെ അടിനാവിക്കിട്ട് ഒരെണ്ണം. പാതിരായ്ക്ക് 2 മുട്ടന്റെ കഴുത്ത് കെട്ടിച്ചിട്ട് കിടന്നതേ ഉള്ളൂ ഞാൻ. അതിന്റെ കൂടെ നിന്റെയൊക്കെ പെടലൂടെ പൊളിയാല് അതൊരു പുണ്യമായിട്ട് ഞാൻ കരുതാം. ഇതുപോലെ ഇവിടെ പലതും നടക്കും. പ്രതികരിക്കാൻ സമയമായിട്ടില്ല. സമയമാവുമ്പോ ഞാൻ പറയാം. അടങ്ങു ഹമീദേ, കൂൾ ഡൗൺ. ലക്ഷത്തിന്റെ സ്രാവും നങ്കും ചീഞ്ഞു നാറിയ അതോടെ കുഞ്ചെറിയുടെ കട്ടയും പടവും മടങ്ങുമെന്ന അവന്റെ വിചാരം. പണനഷ്ടം അതെത്ര വലുതായാലും കുഞ്ചെറിയ സഹിക്കും. പക്ഷെ മാനനഷ്ടം അതെത്ര ചെറുതായാലും ചെന്നൈക്കാടൻ സഹിക്കില്ല. ഇന്ന് അവൻ എന്റെ മീനിലോട് ചെയ്യിച്ചു. നാളെ അവനെ തന്നെ ചീഞ്ഞ് നാറ്റിക്കുന്ന അവസാന കൈ ചെന്നൈക്കാടൻ കളിക്കും. രാഷ്ട്രീയത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ട്, പോലീസിൽ എനിക്കും. അത് മറന്നുകൊണ്ട് എന്ത് കളിയാടോ കളിക്ക? കളിക്കും, വീറോടെ കളിക്കുവടോ. പിളർപ്പും പിളർപ്പിന്റെ പിളർപ്പും കഴിഞ്ഞ് തൂത്തുകൂട്ടിയെടുത്ത പാർട്ടിയാ എന്റേത്. ആളില്ലാത്ത പാർട്ടിക്ക് 5 MLA മാരെയും അതിന്റെ ഇരട്ടി രക്തസാക്ഷികളെ സൃഷ്ടിക്കാമെങ്കിൽ മാട് പറയുന്നതിന് ഫുൾ സ്റ്റോപ്പ് ഇടാനും എനിക്കറിയാം. തനിക്കിനി കണ്ണു തുറന്ന് കാണാം ചങ്ങനാശ്ശേരി പള്ളിയുടെ സെമിത്തേരിയിൽ മത്തിക്കുഞ്ഞമ്മയുടെ മകന്റെ ശവമടക്ക്. An early grave, അകാല മരണം. ചെയ്യുന്നതേ ചെന്നൈക്കാടൻ പറയൂ, പറയുന്നതേ ചെന്നൈക്കാടൻ ചെയ്യൂ. കോളേജ് രാഷ്ട്രീയം കളിക്കാൻ നാക്കും മുട്ടയും മാത്രം പോരാ, കൈ നിറയെ ചിക്കിളിയും കൂടി വേണം കൊച്ചനെ. ഇരിക്കട്ടടാ മോനെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ ചെയ്യുകയല്ല, ചെയ്യിപ്പിക്കുക വേണ്ട. കൂട്ടുകാരെ എത്ര വേണമെങ്കിലും സംഘടിപ്പിച്ചോ. എടാ സമരക്കാരാ, ചെന്നൈക്കാടന്മാരുടെ കള്ളും കൂടവും തല്ലിയോടച്ചാ നിനക്ക് എന്നാ പുഴുങ്ങിയത് കിട്ടുവാടാ? ഇത്ര നാളും പൊടി പിടിക്കാനും തോരണം കെട്ടാനും മുമ്പന്തി നിന്ന് നീ തന്നെയാണോ സംസാരിക്കുന്നത്? ആ, ഇനി അങ്ങോട്ട് ചെന്നൈക്കാടന്മാർക്ക് വേണ്ടി തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുക. ജെയിംസേ, കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്നെ വെച്ച ചെന്നൈക്കാടന്മാർ ചുടുചോറ് വാരിക്കുക, അത് നീ മറക്കണ്ട. എന്നെ വെച്ച് മുതലെടുക്കുന്നത് നീയാ. നിന്റെ ചേട്ടന് ചെന്നൈക്കാടന്മാരോ വല്ല വൈരാഗ്യം ഉണ്ടെങ്കിലേ അത് തീർക്കാൻ വേറെ ആളെ നോക്ക്. വാടാ. അവനും അവരുടെ ട്രാപ്പിലായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓ, ഈ പൊരിഞ്ഞ ചൂടത്ത് ഈ ഇടവ മുഴുവൻ ചുറ്റി അടിക്കാന്ന് വെച്ചാ ഐസ് നീട്ടി കിട്ടിയ ഭാഗ്യം. അച്ഛന് കുടിക്കാൻ വെള്ളം എന്നെങ്കിലും. ഓ, നിന്റെ മൂത്ത മോനടുത്ത് ശരിക്കും കുടിപ്പിക്കുന്നുണ്ടല്ലോ വെള്ളം. അത് തന്നെ കൂടുതലാ. പേർഷ്യൻ കുരിശ്, മൈലാപ്പൂർ കുരിശ്, മനിക്കേയം കുരിശ്, അങ്ങനെ കുരിശിന്റെ കാര്യത്തിൽ സഭ തന്നെ പല തട്ടേല. അന്നേരം പുതിയൊരു കുരിശ് നാട് പറയത്. കുരിശേലെങ്ങാണ്ടും പ്രാവ് തലകുത്തി നിൽക്കുന്നെന്നും പറഞ്ഞ് അച്ഛൻ എന്നാത്തിന് തലകുത്തി നിൽക്കാൻ പോന്നെ? തല കുത്തണോ നേരെ നിൽക്കണോന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയാ കുഞ്ഞമ്മേ. ആധ്യാത്മിക വശമൊക്കെ പോയി സഭ ഇപ്പൊ വെറും സംഘടനയായി മാറിയിരിക്കുക. സഭയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഞാനിപ്പോ ഇങ്ങോട്ട് കയറിയതിന് വേറൊരു കാരണമുണ്ട്. എന്നതാച്ചോ? പള്ളിപ്പഞ്ചാംഗം നോക്കിയപ്പോഴാ ഒരു കാര്യം പിടികിട്ടിയത്. 18-ന് തിരുനാളാ. നിനക്ക് ഓർമ്മയുണ്ടോ? ആ ദിവസമാ തൊമ്മിക്കുഞ്ഞ് വറീദിനെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. എല്ലാം ഓർമ്മയുണ്ടോ? പെരുന്നാളും വെടിക്കെട്ടും കുരിശടിയിലെ ബഹളവും ഇപ്പോഴും മുഴങ്ങുന്നു ആ നിലവിളി. ഒന്നും എന്റെ കുഞ്ഞിനെ ഞാൻ അറിയിച്ചിട്ടില്ല. നീ അറിയിച്ചില്ലേലും ദൈവം അവനെ എല്ലാം തോന്നിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞമ്മേ. അല്ല പിന്നെ ചെന്നൈക്കാടന്മാരുടെ നിഴല് കാണുമ്പോ അവന് കലിയിളകേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു പ്രാർത്ഥനയുള്ളച്ചോ, പഴങ്കഥകളൊന്നും അവന്റെ ചെവിയിൽ എത്തരുതെന്ന്. കർത്താവിനോട് മുട്ടിപ്പായി പറ, അദ്ദേഹം എല്ലാം നിവർത്തിച്ചു തരും.
എന്തായാലും തിരുനാളിന് മുമ്പ് പുണ്യാളച്ചന്റെ കുരിശടിയില് അവനെ കൊണ്ട് 10 തിരിയെങ്കിലും കത്തിപ്പിക്കണം നീ. ഒന്ന് ഇളകി നടക്കണ്ടേ മാടേ? മാറിന്റെ അപ്പൻ. കർത്താവിൻ തിരുനാമം വാഴ്ത്തുന്നു ഞാൻ, കനിവിന്റെ കാൽപാദം നിന്റെ ഭക്തിയാണ് ഇങ്ങനെ വലിച്ചു കീറാതെ. നിന്നെ പോലെ 10 ക്രിസ്ത്യാനി പെണ്ണുങ്ങൾ വാ വിളിച്ചാലേ ഉടയാമ്പലെ അറിയാൻ ഞങ്ങളുടെ പാട്ടിന് പോകും. ഇങ്ങേര് കേക്കണ്ട, ചെവിയിൽ ഇത്തിരി പഞ്ഞി വെച്ചോ. കർത്താവിൻ തിരുനാമം വാഴ്ത്തുന്നു ഞാൻ. മാടേ, ചില്ലറ ഉണ്ടെങ്കിൽ ഇത്തിരി നേർച്ച കാച്ചിങ്ങെടുത്തേ. എന്റെ കന്യാമറിയമേ, ഞാൻ എന്നതായി കാണുന്നേ? മാട് പറയതും ധ്യാനം കൂടിയോ? അല്ല, പോവാന്നോ? പിന്നെ ഞാൻ നിനക്ക് കാവൽ നിൽക്കണം. അതെന്നാ പോക്കാന്നേ? പറയച്ചല്ലേ പറഞ്ഞത്, മധുബായിക്ക് മുന്നിൽ നിന്ന് 5 സ്വർഗസ്ഥനായ പിതാവെങ്കിലും ചൊല്ലണോന്ന്. ഞാനോ? പിന്നല്ലാതെ ആരാ? എന്റെ മേഴ്സി മോളെ, ഇത്രയും നാളും പള്ളിയിലും കുരിശുട്ടിയിലും കയറാത്തന്റെ മനസ്താപ്രകാരം നിശ്ചയം നടത്തണം എന്നോട് പറഞ്ഞു മറന്നോ? കണ്ണുകൂടുന്നോണ്ടല്ലോ. എന്റെ മിശിഹായെ, തിരുസ്വരൂപത്തിന് നേരെ നിന്ന് ഈ മനുഷ്യൻ പറയുന്ന കള്ളം നീ അറിയുന്നില്ലേ? പറയതേ, നീ ഒരു പാറയാകുന്നു. മേഴ്സി മോളെ, ഈ പാറമേൽ കടിച്ച് നിന്റെ പല്ലുകൾ കേടുവരാതെ സൂക്ഷിക്കുവിൻ. അമ്മച്ചൂടെ പറയാം. ആരുടെയാടാ ഈ ബൈക്ക്? ഓ, RC ബുക്കും സൈൻ ലെറ്ററും കൂടെ കാണിക്കണോ ഏമന്റെ അടുത്ത്? എന്ന് കിട്ടി ഈ RTO വെരിഫിക്കേഷൻ? ജെയിംസേ, നീ പറഞ്ഞില്ലല്ലോ, എനിക്കറിയാം. നിന്നെ പാട്ടിലാക്കാൻ ആ ചീര വർഗീസ് ഇതല്ല ഇതിലപ്പുറവും സമ്മാനിച്ചു തന്നിരിക്കും. ജയോ, ജോണി കേട്ടല്ലോ, ഇതിന്റെ പേരാണ് അസൂയ. അഹങ്കാരം ഒന്നും പറയും. യൂണിയൻ കൈക്കലാക്കിയതിന്റെ അഹങ്കാരം. യൂണിയൻ തെരഞ്ഞെടുപ്പും ജയവും തോൽവിയും ഒക്കെ കോളേജിൽ പതിവല്ലേ? പതിവാ. ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ വരട്ടെ, ഞങ്ങള് പതിവ് തെറ്റിച്ചേരാം. ജോയി മോനെ, ശരിക്കടിച്ച് പൊളിച്ച് തരാടാ. ആർട്സ് ക്ലബ് ഉദ്ഘാടനം നിർവഹിക്കാനായി സുപ്രസിദ്ധ ചലച്ചിത്ര താരം ശ്രീ ജഗദീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ സ്നേഹത്തിനും സ്വീകരണത്തിനും നന്ദി. ഔപചാരികമായ ഒരു പ്രസംഗത്തിന് പകരം നമുക്കിന്നൊരു ചോദ്യോത്തര വേളയാകാം. എന്താ? ആർക്കും എന്തും എന്നോട് ചോദിക്കാം. അധ്യാപകൻ അറിയപ്പെടാനോ സിനിമാ നടൻ അറിയപ്പെടാനാണോ കൂടുതൽ ഇഷ്ടം? അത് ഒരു അധ്യാപക നടൻ എന്നറിയപ്പെടുന്നതാണ് ഏറ്റവും ഇഷ്ടം. സാറിന് ഒരു നായക നടനാകാനുള്ള സൗന്ദര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിന് മറുപടിയായിട്ട് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം. കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വനിതാ കോളേജിൽ ഇതുപോലെ ഒരു ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. അതീവ സുന്ദരികളായിരുന്നു കോളേജ് യൂണിയൻ ഭാരവാഹികൾ. അവരുടെ ഇഷ്ടതാരങ്ങൾ ആരാണെന്ന് ചോദിച്ചറിയാൻ എനിക്കൊരു ചെറിയ താല്പര്യം തോന്നി. ചെയർമാൻ പറഞ്ഞു, എനിക്കിഷ്ടം മമ്മൂട്ടിയാണ്. എന്താ കാരണം ഞാൻ ചോദിച്ചു. നല്ല പേഴ്സണാലിറ്റിയാണ്, നല്ല ശബ്ദമാണ്, നല്ല ആക്ടിംഗ് ആണ്. ജനറൽ സെക്രട്ടറി പറഞ്ഞു, എനിക്കിഷ്ടം മോഹൻലാലിനെയാണ്. എന്തുകൊണ്ടാ ഞാൻ ചോദിച്ചു. ആ ചരിഞ്ഞുള്ള നടത്തയും ആ അപ്പിയറൻസും ഒക്കെ എന്ത് രസാ, വെരി നാച്ചുറൽ ആക്ടിങ്. എന്റെ പേര് ആരും പറയാത്തതില് എനിക്കൊരു ചെറിയ ചമ്മല് തോന്നി. കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ ആർട്ട് ക്ലബ് സെക്രട്ടറിയോടായിരുന്നു അടുത്ത ഊഴം. ആ കുട്ടി പറഞ്ഞു, എനിക്ക് ജഗദീഷിനെ ഇഷ്ടം. അയ്യോ, സത്യമായിട്ടും പറഞ്ഞതാ. എനിക്ക് ആകെ കുളിര് കോരിയിട്ട ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? ആ കുട്ടി പറഞ്ഞു, അത് എനിക്ക് സൗന്ദര്യം ഇല്ലാത്തവരെയാ ഇഷ്ടം. ജഗദീഷ് സാർ ഒരു പാട്ട് പാടണം. അല്ല, അത് വേണോ? ശരി ശരി, പാടാം. ശ്രീ സന്നൻ നായർ സംഗീതം നൽകി ഞാൻ തന്നെ പാടിയ ഒരു പ്രൈവറ്റ് ആൽബം സോങ്. കുച്ചിപ്പുടി കുച്ചിപ്പുടി ആടി വരും മീനാക്ഷി,
കൊച്ചു 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 മുത്തം താ പാർവതി, ഒരു കൊച്ചു മുത്തം നീ തന്നാൽ പകരം നൽകാം ഞാൻ, കൈ നിറയെ 5 സ്റ്റാർ. കുച്ചിപ്പൊടി ആടി വരും മീനാക്ഷി. തോളിൽ സഞ്ചിയുമായി സ്കൂളിലോ കിന്നാരം ചൊല്ലി ചൊല്ലി നീ നടന്നു, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റിവിഷനും പതിവോ, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും റിവിഷനും പതിവോ. Come on everybody. കുച്ചിപ്പൊടി ആടി വരും മീനാക്ഷി, കൊച്ചു 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 മുത്തം താ പാർവതി. കുച്ചിപ്പൊടി ആടി വരും മീനാക്ഷി, കൊച്ചു 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 മുത്തം താ പാർവതി, ഒരു കൊച്ചു മുത്തം നീ തന്നാൽ പകരം നൽകാം ഞാൻ, കൈ പോയാ പറഞ്ഞത്. പഠിച്ച ഒരു തന്റെ പള്ളക്ക് പിച്ചാത്തി കയറിയിട്ട് മോങ്ങുന്നോടാ. സാർ ആ പള്ളിയിലച്ഛനും പറയതും വരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിനാ. നീ ഇച്ചിരി താഴ്ന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. വെറുതെ ഒച്ചപ്പാടൊന്നും പോട്ടെ കേട്ടോ. ചങ്ങനാശ്ശേരിയുടെ വീരസാഹസിക കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഒരു പ്രതിനായകൻ. എവിടെ ഒന്ന് കാണട്ടെ. സാർ ജോയിച്ച് നല്ല കുട്ടിയാ. അവനായിരിക്കില്ല ഇത് ചെയ്തത്. ദയവായി അവനെ വിട്ടയക്കണം. ആദ്യം ഇവനോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. അച്ഛന്റെ സുവിശേഷം ഞാൻ പിന്നെ കേൾക്കാം. നീ എന്താന്ന് പറഞ്ഞത്? പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും നീ നിന്റെ തലേക്കോണം അഴിക്കുകയല്ലെന്ന്. അഴിക്കണം തലേക്കട്ട്. എന്റെ ജോയിച്ചിനെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഇതൊരു അപേക്ഷയാണ് സാർ. ഓഹോ, നിനക്ക് അപേക്ഷിക്കാനും അറിയാവോ? ആ കപ്പക്കാരിയുടെ മകനെ കൊന്നുകളയാൻ ചട്ടം കെട്ടിയത് നീയല്ലേടാ?
അച്ഛനായതുകൊണ്ട് ധൂപ കുറ്റിയെടുക്കാൻ മാത്രമേ വശമുള്ളൂ എന്ന് ധരിക്കരുത്. ഈ 2 കുപ്പായങ്ങളങ്ങ് അഴിച്ചു വെച്ചാൽ നമ്മൾ രണ്ടും തുല്യരാ. സെമിനാരി പഠിച്ച കാലത്തും സമ്മാശനായിട്ട് നടക്കുമ്പോഴും ധൂപക്കുറ്റി മാത്രമല്ല ഞാൻ തൂക്കിയിട്ടുള്ളത്, കഴിവേറികളെയും തൂക്കിയിട്ടുണ്ട്. തന്നെ ഇപ്പൊ ഒരു തൂക്കിയുണ്ടല്ലോ, എന്നോട് ഒരുത്തനും ചോദിക്കല. അച്ഛോ, ഇത് അൾത്താരയല്ല, പോലീസ് വരെയാ. വിശുദ്ധ വചനങ്ങളൊന്നും തൽക്കാലം ഇവിടെ വേണ്ട. പോലീസിനെ അച്ഛന് നല്ലോണം അറിയത്തില്ല. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പോലീസ്? പി ഫോർ പൊളൈറ്റ്നസ്, അതായത് മര്യാദ. O for obedience, അനുസരണ. L for loyalty, ആത്മാർത്ഥത. I for intelligence, ബുദ്ധി. C for courage, ധൈര്യം. E for efficiency, കാര്യക്ഷമത. ഒരു പോലീസുകാരന് വേണ്ട മിനിമം യോഗ്യതകളാണ് ഇതൊക്കെ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഫാക്ടർ തനിക്കുണ്ടെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുമോ? ഇല്ല. തനിക്കുള്ളത് കൂലിത്തല്ലുകാരന്റെ കൂട്ടിക്കൊടുപ്പുകാരന്റെ യോഗ്യതകളാണ്. അത് വെച്ച് ഫാദർ കൊച്ചുതാരത്തിനോട് പെരുമാറിയാലുണ്ടല്ലോ, ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന സ്ഥലത്ത് കുരിശുപള്ളി പണിയേണ്ടി വരും. എന്നാടാ കേട്ടെ? ഈ കെട്ടിനി ഒരു കൊട്ടാരത്തിൽ വലിച്ചു പോകരുത്. ഇയാളെപ്പോലുള്ളവരെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതെന്താണെന്ന് തനിക്കറിയാവോ? ജുഡീഷ്യൽ ആക്ടിവിസം. ആ മാർഗത്തിലൂടെ തന്നെ കൊണ്ട് ഞങ്ങൾ ഇച്ഛ എഴുതിക്കും. ഞങ്ങളുടെ ചെറുക്കനെ ഇറക്കിക്കൊണ്ട് പോകും. വരട്ടെ സർക്കിളെ, വാടാ. നിങ്ങൾ എന്തിനാ അവന്റെ കാല് തൊട്ട് വന്നിക്കാൻ പോയത്? മർഡർ പ്രതിയാക്കിയെന്ന് വെച്ച് ജോയിച്ചിന്റെ പേരിൽ കേസ് തെളിയിക്കാനൊന്നും അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഡീജനറേറ്റ് ചെയ്യാൻ ഇതുപോലെ കുറെ കാക്കിപ്പണ്ടാരങ്ങൾ. വക്കീലെ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ചെറുക്കൻ സംഭവിച്ചാലേ ഞാൻ പിന്നെ ഇടമലം നോക്കുകയല്ല. നീ ഒന്ന് സമാധാനിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ആ അച്ഛാ, ചീഫ് മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. വോട്ട് ചെയ്യുക, നികുതി കൊടുക്കുക. യെസ്. എടോ നമസ്കാരം സഖാവേ. ഈ ജനങ്ങളെന്ന് പറയുന്ന ഓനൊക്കെ എന്താടോ ഒരു ജോലി? താനിങ്ങനെ ഫോണിലൂടെ ഏമ്പക്കം വിട്ടോണ്ടിരിക്കാതെ കുറച്ച് ഉരുവ വാരി വായിലിടോ അച്ചായ. ലാൽ സലാം. അച്ഛനിരിക്കെ. പഹയാ, താനിങ്ങനെ കേസും കോടതിയൊക്കെയായിട്ട് നടന്നോ? അന്നെ പിടിച്ച് കോട്ടയത്ത് തീർത്തി ജയിപ്പിച്ച് ഡൽഹിക്ക് പറഞ്ഞയക്കാനാ പാർട്ടി തീരുമാനം. സഖാവേ, ഇത് ഫാദർ കൊച്ചുതാഴത്ത്. നമസ്കാരം. ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിനെ കാണാൻ വന്നത്. അത്യാവശ്യ കാര്യത്തിനല്ലാതെ അനാവശ്യ കാര്യത്തിന് ആരെങ്കിലും മുഖ്യമന്ത്രിയെ കാണാൻ വരുള്ളൂ. താൻ പറ. സഖാവേ, ഇന്ന് ബ്രിട്ടീഷ് കോളേജിൽ നടന്ന കൊലപാതക കേസിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ ജ്യേഷ്ഠനാണിത്. ഓ അതോ, രാഷ്ട്രീയം പഠിച്ചു വളരണേ, ഇങ്ങനെ ചില കുത്തും കൊലപാതകമൊക്കെ ഉണ്ടാവണോടോ. ഇതൊക്കെയല്ലേ ബാലപാഠം. ഏത് പാർട്ടിക്കാരനാ ചെക്കൻ? അവര് ഓനെ രക്ഷിച്ചോളും. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായതും ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായതും ഏത് കോളേജിൽ രാഷ്ട്രീയം പഠിച്ചിട്ടാ? ഓൻ കൊള്ളാലോടോ, വായടപ്പിക്കുന്ന ചോദ്യമാണല്ലോ. പ്രതിപക്ഷത്തിരുത്തിയ അവന്മാരുടെ പണി പോവും. മനസ്സിൽ കള്ളമില്ലാത്തവനാ. എവിടെ എന്ത് പറയണമെന്ന് ഒരു നോട്ടവും ഇല്ല. സാറിനൊന്നും തോന്നരുത്. സഖാവേ, ഇവന്റെ അനിയൻ നിരപരാധിയാണ്. മനഃപൂർവ്വം കേസിൽ കുടുക്കിയിരിക്കുന്നതാണ്. അവനെ രക്ഷിക്കണം. ഓനിപ്പോ എവിടെയുണ്ട്? സ്റ്റേഷനില്ല, പൗണ്ടറിംഗ് നടക്കുന്നുണ്ട്. ഓനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കോർട്ടിൽ ഹാജരാക്കാൻ നമ്മളിപ്പോ തന്നെ വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ ജാമ്യത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തോളൂ. എന്താ പോരെ? അത് പോരെ സഖാവേ. ഈ കേസിനൊരു തുമ്പുണ്ടാകണം. സഖാവ് ഇതിൽ താല്പര്യം എടുത്തേ പറ്റൂ. പ്ലീസ് ഹാൻഡ് ഓവർ ദിസ് കേസ് ടു ക്രൈം ബ്രാഞ്ച്. കേസ് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യമാണോ താൻ പറയുന്നത്? പക്ഷെ റീഇൻവെസ്റ്റിഗേഷൻ ഒരു കാരണം ഫയലിൽ കാണണം. ആരുടെയെങ്കിലും ഒരു പരാതി കടലാസ്. ദാറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി ദി ഫൗണ്ടേഷൻ ഓഫ് ദി പ്രപ്പോസ്ഡ് റീഇൻവെസ്റ്റിഗേഷൻ. അത് ഇന്ന് തന്നെ ഞാൻ മുകളിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തോളാം. അയ്യേ, എന്താ അമ്മച്ചി ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ,
കുറുപ്പ് സാർ അവനെ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു കഴിഞ്ഞു. അമ്മച്ചിങ്ങനെ നിലവിളിച്ചോട്ട് എടുത്താൽ ഞാൻ ഇറങ്ങി എന്റെ പാട്ടിന് പോകും. ആ എന്റെ മോനെ എന്നൊക്കെ ശോഭകട് ചെയ്തു ആ ദുഷ്ടന്മാരെ. പിന്നെ മോങ്ങാൻ തുടങ്ങി. അമ്മച്ചിക്ക് ഇതേ ഉള്ളോ പണി? കുഞ്ഞമ്മടത്തി അവന് വിശക്കുന്നുണ്ടാവും. അകത്തോട്ട് വിളിച്ചോണ്ട് വയറ് നിറച്ചു വല്ലതും കൊടുത്താട്ടെ. ആ പോ പോ വാ. അവനെ തൊട്ട പോലീസുകാരനിട്ട് എനിക്കൊന്ന് പെരുക്കണമെന്നുണ്ടായിരുന്നു. താൻ പെരുക്കാൻ അങ്ങോട്ട് ചെല്ല്. താൻ അവിടെ സ്റ്റേഷനകത്ത് അലാസ്റ്റിക്കിൽ കിടന്ന് കിടന്നാടും. അവരെടിക്കേണ്ട പൗർന്നറിയാമോ? ഞാൻ കുറെ കൊടുത്തിട്ടുള്ള അല്ല കൊണ്ടിട്ടുള്ള കുറെ എക്സാമ്പിൾ കാണണോ? പോലീസിനെ നീ കളിയൊക്കെ ആക്രാന്തം കാട്ടണ്ട. സോഡ വാങ്ങിച്ചുതരാം. മാറിക്ക്. എങ്ങോട്ടാടോ ഈ മരണപ്പാച്ചില്? അവൻ ഊരി കുഞ്ചറിയാച്ചാ. ജാമ്യോ കിട്ടി. കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചും വരുന്നു. ഉള്ളതാണോ? ആ നേര് തന്നെ. സെഷൻസിൽ നിന്ന് അവന്മാർക്ക് മുഖം കൊടുക്കാതെ ഞാൻ നേരെ വിട്ടു പോരുമായിരുന്നു. നെല്ലടയ്ക്ക അവൻ രക്ഷപ്പെട്ടത്. കസ്റ്റഡി വിട്ടുകിട്ടാൻ ഞാനും പിയും 18 അടവും പയറ്റിയതാ. നോൺ ബെയിലബിൾ ആർഗ്യുമെന്റ്സ് ഒന്നും സ്റ്റാൻഡ് ചെയ്തില്ലെന്നേ. ചത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കാതെ മുമ്പോട്ടുള്ള കാര്യം ചിന്തിക്കും സാറേ. എടോ, എന്തേലും മാൽ പ്രാക്ടീസ് നടത്തി അവന്റെ പെടലിക്ക് എന്നെ വെച്ച് കെട്ടാൻ സർക്കിളേമാന്റെ തലമണ്ടയിൽ വല്ല ബുദ്ധിയുണ്ടോ? പ്രതിയകത്തും നമ്മള് പുറത്തും, അത്രയല്ലേ വേണ്ടൂ. അത് നടക്കും. ഇനിയിപ്പോ ഒരു പുത്തൻ പ്രതിയെ നിങ്ങളായിട്ടുണ്ടാക്കാനൊന്നും മെനക്കെടണ്ട. അവൻ തന്നെ ഈ പാതകം ചെയ്തത്. തെളിവുകളെല്ലാം സ്ട്രോങ്ങാ. നിങ്ങൾ തന്നെയല്ലേ അവനെ എളിയിൽ എടുത്തുകൊണ്ട് നടന്നത്. എന്നിട്ടിപ്പോ എന്തായി? ആകെയുള്ളൊരു ആന്തരികയുടെ പണ്ടത്തി കത്തികേറ്റിയല്ലേ അവൻ നന്ദി കാണിച്ചത്. അവനും അവന്റെ ചേട്ടനുമൊക്കെ ദിവസവും ചോര കണ്ടാലേ ഉറക്കം വരൂ. അതായി പോയി പ്രകൃതം. മനുഷ്യനെ മൃഗത്തെയും കണ്ട തിരിച്ചറിയാൻ വയ്യാത്ത വർഗങ്ങൾ. പക്ഷേ ചെന്നേക്കാടന്മാർക്ക് മനസാക്ഷിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവരെന്റെ കയ്യിൽ ഇത്രയും വലിയ തുക തന്നയച്ചത്. കരയുന്ന മനുഷ്യന്റെ കണ്ണീരൊപ്പാനുള്ള ആ ഒരു സന്മനസ് അയ്യോ ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലേ. ഇത് 25,000 രൂപയുണ്ട്. അവരുടെ വക ഒരു സഹായം. ഇനി എന്തേലും ബുദ്ധിമുട്ടുണ്ടായാലും ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരോടിയെത്തും. പിന്നെ കേസങ്ങ് മേലോട്ട് കേറി അന്വേഷണം ക്രൈംബ്രാഞ്ചിലാണെന്നറിയാമല്ലോ. അവര് വരുമ്പോ നിങ്ങൾ 3 ആളുടെ മൊഴിയിലാ മോന്റെ കൊലപാതകിയുടെ ഭാവി കിടക്കുന്നത്. ഒരൊറ്റ വാചകം, ഞങ്ങളുടെ ചെറുക്കനോടുള്ള വൈരാഗ്യം വെച്ചോണ്ട് അവൻ തട്ടിയതാ. അത് പറഞ്ഞാ പിന്നെ തീർന്നു. അവൻ അഴി എണ്ണിയത് തന്നെ. സാറ് നിന്നാട്ടെ. ഞങ്ങളുടെ കുഞ്ഞിന്റെ ശവത്തിന് വില പേശാൻ വന്നതാണല്ലേ. ഇതങ്ങ് വാങ്ങിച്ചിട്ട് പകരം തന്റെ കുഞ്ഞിന് ജീവൻ കൊടുക്കണോ ആ ചെന്നക്കടന്മാർക്ക്? കടക്കണോ പുറത്ത്? എന്റെ അനിയനെ കഴുമരത്തിലേറ്റാനാ നിന്റെ പുറപ്പാട് അല്ലേ? അതിനു മുമ്പ് നിന്നെ ഞാൻ ചങ്ങനാശ്ശേരി പള്ളിയിൽ അടക്കും. അടക്കുക മാത്രമല്ല ഒരു നഗര പ്രദക്ഷിണം കൂടി ഞങ്ങൾ നടത്തും. വടി കൊടുത്തടി മേടിച്ചു നിന്നെ ഞാൻ
എടാ കുഞ്ചെറിയാച്ച, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. മൂന്നാമതൊരാൾ അറിഞ്ഞാലേ മുതലാളി നാറും. അപ്പോ ചെവിയെ നുള്ളിക്കോടാ. അമ്മേ, ഒന്നും അറിഞ്ഞില്ലല്ലോ. ബോധം കെട്ടുപോയി. നന്നായി. വീണ്ടും തല കറങ്ങുന്ന പോലെ. വീണ്ടുമോ? എന്നെ താങ്ങിക്കോ. ഈ ജോയിച്ചിന്റെ വീട്? ജോയിച്ചന്മാരിവിടെ 5-6 കൊച്ചേ. അതിലേത് ജോയിച്ചനാ? മീൻ കച്ചവടമൊക്കെ ഉള്ള? ഓ, കുഞ്ഞമ്മേടത്തിന്റെ മകൻ ജോയിച്ചൻ. ആ ആ ഇറച്ചിക്കട അവന്റെ ചേട്ടന്റെയാ. കൊച്ചങ്ങോട്ടിയല്ലേ? എന്തിനു ചോദിച്ചിനെ കാണണേ? ലൈനാണോ? അപ്പൊ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കണ്ടല്ലേ? ഒരു പവർ കട്ട് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ എനിക്ക് വഴി പറഞ്ഞുതരാൻ വന്നതോ അതോ? ആ പൂവിന് കോപം വന്നാൽ അത് മുള്ളായി മാറുമോ തങ്കമണി പൊന്മണി. ജോയിച്ചാ മോനെ, ജോയിച്ചോ? ആ ചെല്ല് ചെല്ല്. പപ്പ ചെയ്ത പാപത്തിന് ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്? അയ്യേ, എന്താ ഇത്? എന്നെ ആരും ഒന്നും ചെയ്തില്ല. ലീനയ്ക്ക് വെറുതെ തോന്നിയതാവും. എനിക്ക് എന്റെ പപ്പയെ നല്ലോണം അറിയാൻ ചോദിച്ച. പല കുടുംബങ്ങളോടും മനസ്സാ പറഞ്ഞൊരു വാക്കുണ്ട്. എനിക്ക് ചോദിച്ചതിനോടും അതേ പറയാനുള്ളൂ. മാപ്പ്. ഞാൻ ജോയിച്ചിനെ രക്ഷിച്ചിരിക്കും, ഏത് കോടതിയിൽ നിന്നും. ഹലോ, ഞാൻ മാത്യു തറയൻ, ഡിവൈഎസ്പി ക്രൈം ബ്രാഞ്ച്. ധാരാളം കേട്ടിരിക്കുന്നു. സിസ്റ്റർ അമല കേസിലൂടെ സാറുണ്ടാക്കിയ ഒച്ചപ്പാട് കേരളത്തിൽ ആർക്കും അറിയാൻ പാടില്ലാത്ത. അപ്പോ ഞാനൊരു വിവാദ പുരുഷനാണ് അല്ലേ സർ? സാറായതുകൊണ്ട് ചോദിക്കുക, കേസിൽ എന്തെങ്കിലും പുരോഗതി കാണുന്നുണ്ടോ സാർ? കേസ് ആകെപ്പാടെ ഡീസെൻട്രലൈസ് ചെയ്ത് കിടക്കുകയാണ്. ഒരാളെ പ്രതിയായി കിട്ടിയെന്നല്ലാതെ ലോക്കൽ പോലീസിന്റെ CD ഫയലിലും കേസിനെ കുറിച്ചൊരു ടോട്ടൽ ഡയഗ്രാം ഇല്ല. റൂട്ട്, ടാർഗറ്റ്, അങ്ങനെ പലതും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് സാറിന്റെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ്, എനി ടൈം. താങ്ക് യു. സാജൻ. അതെ സാർ. ഇതിനു മുൻപ് ചോദ്യം ചെയ്യാമെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളെ ഒന്നും നേരിൽ വന്ന് കണ്ട് അന്വേഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഞങ്ങളെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു സാർ. അത് ചോദ്യം ചെയ്യൽ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാം. സാജൻ, ആ സംഭവം എങ്ങനെയാ കണ്ടത്? ഓഡിറ്റോറിയത്തിൽ ബഹളം നടക്കുകയായിരുന്നു. ഞാൻ ഓടി പ്ലാറ്റ്ഫോമിൽ കയറി. ആ സമയം കത്തിമായി നിൽക്കുന്ന ജോയിച്ചിനെയാണ് സാർ ഞാൻ കണ്ടത്. സാജൻ, എന്നോട് സത്യമേ പറയാവൂ? സത്യമാണ് സാർ. അപ്പോ ജെയിംസിനെ വകവരുത്തുമെന്ന് ജോയിച്ചൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അല്ലേ? അതെ, ജെയിംസിനോട് ജോയിച്ചിന് പണ്ടേ വൈരാഗ്യം ഉണ്ടായിരുന്നു സാർ. ഒരവസരത്തിന് വേണ്ടി അവൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അന്നേ ദിവസം ജോയിച്ചന്റെ പാൻസിന്റെ പോക്കറ്റിൽ കടാല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ് സാർ. അതിൽ ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ എനിക്ക് ചുവന്ന മഷി കൊണ്ടൊന്ന് പോരേണ്ടി വരുമെന്ന്. സാറിനിപ്പോ സത്യാവസ്ഥ ബോധ്യമായല്ലോ. ഇത്ര വൃത്തിയായിട്ടൊരു FIR-ഉം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഞാൻ എൻ്റെ സർവീസിൽ ആദ്യമായിട്ടാ പ്രിപ്പയർ ചെയ്തത്. ലോക്കൽ പോലീസുകാരൻ തന്നെ ഈ ക്രൈം ബ്രാഞ്ചും ക്രൈം ഡിറ്റാച്ച്മെന്റും ഒക്കെ ആകുന്നതെന്ന് നമ്മുടെ ജനത്തിനറിയില്ലല്ലോ. വെറുതെ സാറിനെ മെനക്കെടുത്താൻ എന്റെ തലയിൽ ആണി തപ്പുകായിരുന്നു മേലാളന്മാര്. ആ പയ്യൻ വളരെ നിർഭാഗ്യവാനാണ്. പ്രതിഭാഗത്തു നിന്ന് ഒരൊറ്റ സാക്ഷിയെ പോലും ഹാജരാക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോളേജ് മൊത്തം അവനെതിരാ. എങ്ങനെ എതിരാവാതിരിക്കും സാറേ? കയ്യിലിരിപ്പ് കുറച്ചൊന്നും ആയിരുന്നില്ലല്ലോ. ഇത്തരം കമന്റുകളൊക്കെ ഒഴിവാക്കിക്കൂടെ മിസ്റ്റർ പുറക്കാട്? മാട് പറയതിന്റെ ചങ്കം മത്തങ്ങി ഉടച്ച് കലക്കി കുടിക്കുകയാണെന്ന് വിചാരിച്ചോ?
ആദ്യത്തെ ക്ലാസ് താൻ തന്നെ പിടി. ഓപ്പറേഷൻ തന്റെ അല്ലേ? അങ്ങനെ ഒരുത്തന്റെ സൂക്കട് കഴിഞ്ഞു. എന്തൊരു പ്രകടനമായിരുന്നു കുറെ നാളായിട്ട്. ശാപ്പടപ്പിക്കല്, സത്യാഗ്രഹം, ജാഥ നയിക്കല്, അവന്റെ കലാപരിപാടികളൊക്കെ ഇനി അങ്ങ് സബ്ജയില്ല. സബ്ജയിൽ നിന്ന് അവൻ നേരെ കയറി ചെല്ലുന്നത് കഴുമരത്തേലാടൂ. അതിനുള്ള വകുപ്പും വകുപ്പിന്റെ വകുപ്പും ഒക്കെ കുത്തിക്കുറിച്ച് ഫയല് കോർട്ടിലേക്ക് പോകൂ. 3 സ്ഥലമാ. പുറക്കാടൻ സാറ് പറഞ്ഞാ പിന്നെ അതിൽ അപ്പീലില്ലേ? ഹലോ, ജഗദീഷ് സാറല്ലേ? അതെ, ആരാ? ഞാൻ ലീന, ബ്രിട്ടീഷ് കോളേജിൽ സാർ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് വന്നപ്പോ സാറിനെ ഞാൻ 2-3 ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സാറ് സ്ഥലത്തില്ലായിരുന്നോ? ഞാൻ മദ്രാസിലായിരുന്നു, ഇന്നാ വന്നത്. സാറിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ കാര്യം? അത് ഞാൻ നേരിട്ട് പറയാം സാർ. ആർട്സ് ക്ലബ് ഇനാഗുറേഷൻ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് പലർക്കും പല വേർഷനാ. കാര്യങ്ങളുടെ സത്യസ്ഥിതി എനിക്കും സാറിന് മാത്രമേ അറിയൂ. എല്ലാം സാറും നേരിട്ട് കണ്ടതല്ലേ? ജോയിച്ചിനെ പ്രതിയാക്കിയ ഇപ്പൊ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ദൃക്സാക്ഷികൾ എന്ന നിലയിൽ നടന്ന സംഭവങ്ങൾ നേരിട്ട് നമ്മൾ പോലീസിനോട് പറഞ്ഞാൽ ജോയിച്ചൻ രക്ഷപ്പെടും സാർ. നോക്കൂട്ടി, ഇങ്ങനെയുള്ള മർഡർ കേസുകളിലൊക്കെ ഐ വിറ്റ്നസ് ആയി മൊഴി കൊടുത്താൽ പിന്നെ അതിന്റെ പിന്നാലെ നടക്കാനേ സമയം കാണും. സാർ ഒരു അധ്യാപകനും കൂടിയല്ലേ? നിരപരാധിയായി വിദ്യാർത്ഥി ശിക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് സാറിന് യാതൊരു ബോധരക്ഷണമില്ലേ? പേഴ്സണലായിട്ടുണ്ടാകുന്ന അസൗകര്യങ്ങളെ കുറിച്ച് ഓർത്ത് സാറിന്റെ കടമ ചെയ്യാതിരിക്കരുത് പ്ലീസ് സർ. ലീന പറഞ്ഞത് സത്യമാണ് സർ. ജോയ് നിരപരാധിയാണ്. ജെയിംസിനെ കൊന്നത് ആ ചീര വർഗീസും സംഘവുമാണ്. ഇത് ഏത് കോടതിയിൽ പറയാനും ഞാൻ തയ്യാറാണ് സർ. ഐ വിറ്റ്നസ് എന്ന നിലയിൽ സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ പോലീസിന് മൊഴി തരേണ്ടതായിരുന്നു. ആ ഒരു ലാപ്സ് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സോറി സർ. എനിവേ, യു ഹാവ് ഡൺ എ വെരി ഗുഡ് തിങ് മിസ്റ്റർ ജഗദീഷ്. കേസിന്റെ പുലിവാലികളെ കുറിച്ച് ഓർക്കുമ്പോൾ സാക്ഷികൾ സംഭവം കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ കാലത്ത് നിങ്ങളുടെ ഈ ബോൾഡ് അറ്റംപ്റ്റ് ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. പിന്നെ സാർ എനിക്ക് തന്ന ഈ ക്രെഡിറ്റിന്റെ പകുതി ലീനയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഒരു സിറ്റിസന്റെ ചുമതലകളെ കുറിച്ച് ഒരു അധ്യാപകൻ കൂടിയായ എന്നെ കൂടുതൽ അവെയർ ആക്കിയത് ഈ വിദ്യാർത്ഥിനിയാണ്. ഓ ഐ സി. എനിവേ, നിങ്ങളുടെ ഈ മൊഴികൾ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സഹായിച്ചു. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, സീ യു. എന്താണ് വർക്കിച്ച? അച്ചായ, അവന്മാര് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായി. ഏത് അണ്ടർഗ്രൗണ്ട് ഒരു പിടിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പേടിക്കാതെ വർക്കിച്ച. നെഞ്ചി കുന്തം കുത്തി ഇറക്കിയാലും ചീരയും കാസിമും നമ്മളെ പറ്റി ഒരക്ഷരം മിണ്ടില്ല. അതോറപ്പാ. അപ്പെ പോലെ ചങ്ങലെ കിടന്ന് ചാകാനാണോടി ഇവന്റെ ഉരുമ്പെട്ട പോക്ക്? കൊല്ലുവിളി കൂടിപ്പോയതാടി കുഴപ്പം. പെരയ്ക്കകത്ത് ഒതുങ്ങി കൂടിയില്ലെങ്കിൽ കരിച്ചു കളയാൻ പോലും മടിക്കില്ല ഞാൻ. ആ പെങ്കൊച്ചിനെ സമ്മതിക്കണം. മുന്നും പിന്നും നോക്കാതെ ഉള്ള കാര്യം നേരെ കയറി പറഞ്ഞില്ലേ? ആ ചെന്നക്കാടന്മാർ 8 10 സാക്ഷികളെ വീതമാ നിരത്തിയത്. ഡിവൈഎസ്പി ഏമാൻ പിടിച്ചിരുത്തി ശരിക്കൊന്ന് കുടഞ്ഞപ്പോ സത്യവാണ്ടിക്ക് പോന്നു. ആ പെങ്കൊച്ചു കാരണം നമ്മുടെ ജോയിച്ചൻ രക്ഷപ്പെട്ടു. അണ്ണനെ ഇവ എന്തിനാ കരയുന്നേ? പലക വിളിക്കാടാ. അണ്ണനെ കാര്യം പറ. എന്നെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ എത്ര കേസുകളിൽ നിന്ന് രക്ഷപ്പെട്ടേനെ.
പറഞ്ഞു വല്ലതും കേട്ടോ? ഒന്നും കേട്ടില്ലേ? ഇവരുടെ ചെവിക്കകത്ത് ഈയം ഉരുക്കി ഒഴിച്ചിരിക്കുക. ഹലോ, ഒരു ചായ എടുക്കി. ചത്തു നിൽക്കുവാണോ? ഹമീദേ, നിനക്കും വേണോ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു പെണ്ണ്? ഹമീദേ, പ്രതികരിക്കാൻ സമയമായി. വെറും ഹമീദായിട്ടല്ല, സബ് ഇൻസ്പെക്ടർ ഹമീദായിട്ട്. സാർ, എടാ നീ ആരെയാ സല്യൂട്ട് അടിച്ചേ? ചൂട്. ചൂടോ? ഇവ കഞ്ചാവാണോ? ഓ, അത് കത്തിക്കോളും. നീ എന്നാ ഉള്ളി അരിഞ്ഞ്. എടാ എടാ, ഓ, ഇതിന്റെ കീഴിൽ നിന്ന് തേങ്ങ എടുത്ത് പൊട്ടിച്ചോണ്ട് വാ. കപ്പയ്ക്ക് നല്ല അരപ്പ് വേണം. എന്റെ കുഞ്ഞമ്മേ, ആകെ 2 കൈകളാ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. എന്തെല്ലാം പണികളാ ഒരുമിച്ച് ചെയ്യുന്നത്. ആണുങ്ങളായ കൈയും കാലും ആണെങ്കിൽ ജോലി ചെയ്യണം. നീ പോയി തേങ്ങ എടുത്ത് പൊട്ടിച്ചോണ്ട് വാ. പാര അപ്പുറത്ത് കിടപ്പുണ്ട്. പാര കിട്ടിയില്ലേടാ? ഈ സൈസിലുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ ഇനി വേറെ പാര എന്തിന്? വന്നിട്ട് അധിക നേരമായില്ലല്ലോ അല്ലേ? കപ്പ വെന്ത് വേഗം പാടാ. തേങ്ങ അമ്മത്തെ പൊതിക്കാൻ വേറെ. എന്നതാടാ തൊണ്ണ വിളിച്ച് കിട്ടാത്ത കാര്യം പറ. ആ സർക്കിളവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. പെങ്കൊച്ചി ഇങ്ങോട്ട് വന്നത് അറിഞ്ഞോണ്ടാന്നാ തോന്നുന്നേ. ഇറക്കി വിടറി അവിടെ. പോലീസാ കാര്യമൊക്കെ ചെയ്തു തന്നെ. എന്നതാ പ്രശ്നം? നിന്റെ മത്തിക്കൊട്ടയ്ക്ക് വിലപേശാനല്ലടി ഞാൻ വന്നത്. എന്റെ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാ. എന്നാ എന്നാ നിങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ എന്നെ പൂർത്തിക്ക് വെച്ചിരിക്കാണോ? വിളിച്ചിട്ട് വരുന്നെങ്കിൽ വിളിച്ചോണ്ട് പോയാമാന്നെ. പിടിച്ചിറക്കൊണ്ട് പാടുവോളെ. ഈ ഭൂമി കാല് കുത്തിയത് ഓക്കെ, പക്ഷെ പൊരയ്ക്കകത്തോട്ട് പോലീസ് കാല് വെക്കണമെങ്കിലേ എന്റെ ആമക്കള് രണ്ടെണ്ണം പറയണം. അല്ലാതെ വെക്കുന്ന കാലൊക്കെ മുട്ടേ ഇന്ത്യയെ പുറത്തേക്കും പോവോ? പോലീസുകാരുടെ കാല് വെട്ടിക്കളയുമെന്നല്ലോടി നീ പറഞ്ഞതിന്റെ അർത്ഥം? അർത്ഥവും വ്യാകരണവും ഒക്കെ പള്ളിക്കുടത്തിൽ പോയി പഠിക്കണ്ട സാറേ. മത്തിക്കുഞ്ഞമ്മയോട് ചോദിക്കാതെ. നമ്മള് വെറും 4ാം ക്ലാസ് നടപ്പുവാണേ. പോലീസ് ഭാഷ കൂടി നിന്നെ പഠിപ്പിച്ചേരാവടി പോലെ അടിച്ച്. എന്റെ ഇവിടെ ഒന്ന് നിർത്തണം സാർ. സാർ, ഞാൻ സബ് ഇൻസ്പെക്ടർ ഹമീദ്. നാട്ടുകാരുടെ ഭാഷയിൽ കണ്ടാലടി ഹമീദ്. എക്സ്ക്യൂസ് മി സാർ, യു ആർ എ ഹൈ റാങ്കിംഗ് ഓഫീസർ. ഡു ഐ സംഹാവ് വയലേറ്റ് എനി ഡിപ്പാർട്ട്മെന്റൽ എത്തിക്കേറ്റ്സ്? നോട്ട് അറ്റ് ഓൾ. എങ്കിലൊരു പബ്ലിക് സർവന്റിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണം സാർ. സെക്ഷൻ 42 കേരള പോലീസ് ആക്ട് പ്രകാരം വെക്സേഷ്യസ് എൻട്രി, അന്യായമായി കയറി ചെല്ലുക, സെർച്ച് നടത്തുക, മനസ്സിൽ ദുരുദ്ദേശം വെച്ച് അധികാരപരിധി ലംഘിക്കുക, ഇതൊക്കെ വെളിവാക്കുവാൻ എന്റെ കയ്യിൽ തക്കതായ തെളിവുകളുണ്ട് സാർ. പവർഫുൾ എവിഡൻസ്. വാട്ട് ഡു യു മീൻ? പറയാം സാർ. ആ പബ്ലിക് സർവന്റ് അങ്ങാണ് മിസ്റ്റർ ജേക്കബ് പുറക്കാടൻ, CI ഓഫ് പോലീസ്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ബ്ലഡി മൗത്ത് അല്ലേ സാർ, എന്നും ഈ 2 നേരവും കോൾഗേറ്റ് ഇട്ട് ബ്രഷ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മൗത്ത്. ജേക്കബ് പുറക്കാടൻ നിനക്ക് അറിയില്ലടാ റാസ്കൽ. അറിഞ്ഞു സാർ, ധാരാളം അറിഞ്ഞു. 1 മാസം മുമ്പ് ആൾമാറാട്ടക്കാരനായി ഞാൻ ഈ ചന്തപ്പറമ്പിൽ കാലുകുത്തിയത് ഇവിടുത്തെ ഏറ്റവും വലിയ ചട്ടമ്പുകളെയും കള്ളന്മാരെയും അടുത്തറിയാനായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർക്കൊക്കെ മുമ്പ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് സാറിനെയാണെന്ന്. നിന്റെ തലയ്ക്ക് മേലെയാടാ എന്റെ കസേര. നീ ഇപ്പൊ കാണിച്ച നെകളിപ്പിന് കണക്ക് പറയേണ്ടി വരും. ഓ, ഇൻസബോർഡിനേഷൻ. നേരാവണ്ണം ഡ്യൂട്ടി ചെയ്യുന്നവനെ നിങ്ങളെ പോലുള്ള മേലുദ്യോഗസ്ഥന്മാർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ സ്ഥിരം കലാപരിപാടികൾ. മെമ്മോ, സസ്പെൻഷൻ, ഡിസ്മിസൽ ആയിക്കോളൂ സാർ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ പ്രതിയാണ്. കുറ്റവാളികൾ എന്റെ മുമ്പിൽ വാചകടിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. എക്സ്പെഷ്യലി എ ട്രസ്പാസ് ഡിഫൻഡന്റ്. എടാ കൊച്ചനെ, ഈ കാക്കിത്തോല് ദേഹത്ത് കയറിയിട്ട് കൊല്ലം ഒരുപാടായി. എന്റെ അടുത്ത് സാമർത്ഥ്യം കാണിക്കല്ലേ. ക്രിമിനലുകൾക്ക് വേണ്ടി സ്വയം ക്രിമിനലായി മാറുന്ന ജേക്കബ് പുറക്കാരന്റെ 7ാം കുലി സാമർത്ഥ്യമല്ല സാർ എന്റേത്. ഇത് റിയൽ പോലീസാന്റെ സാമർത്ഥ്യം. കത്തിക്കരിച്ച് ചാമ്പലാക്കിയാലും കൊത്തിയെറിഞ്ഞ് കടലിൽ തള്ളിയാലും അതിൽ നിന്നും സത്യത്തെ സൃഷ്ടിക്കുന്ന പോലീസ് പെർസിവറൻസ്. അത് ഞാൻ ബോധ്യമാക്കി തരണോ? ബോധ്യമാക്കി തരണോ? പുറക്കോടോ. ഇതിപ്പോ എലി വന്ന് പുലിയായെന്ന് പറഞ്ഞ പോലെ ആയല്ലോ സാറേ. അല്ല, ഇത്രയും നാളെ എന്തിനാ സാറേ ഞങ്ങളായിട്ട് വട്ടി കളിപ്പിച്ചേ? അതുകൊണ്ടെന്താ, എനിക്ക് വെറുതെ അടുത്തറിയാൻ കഴിഞ്ഞില്ലേ?
അല്ലെങ്കിൽ എന്റെ കണ്ണിൽ ഏറ്റവും വലിയ ചട്ടം പിച്ചാനായിരുന്നെ. പുറക്കാടൻ ഏമാനെ കളിയാക്കിയതുകൊണ്ട് അങ്ങേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇൻസബോർഡിനേഷൻ, അതായത് മേലുദ്യോഗസ്ഥനോട് അനുസരണക്കേട് കാണിക്കുക. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് പറപ്പിക്കുന്ന കാര്യമല്ലേ ഇത്? ആ, അതിൻ്റെതായ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അവരങ്ങനെ അടങ്ങിയിരിക്കുന്നു തോന്നണല്ല. അടങ്ങിയിരിക്കില്ല ഞാൻ, എല്ലാം തകർക്കും. അവളെ കൊല്ലും, അവന്മാരെ കൊല്ലും ഞാൻ. തനിക്ക് വേണ്ടി കുരിശെ കയറി കയറി ഇപ്പൊ എന്റെ മോള് പോലും അവന്റെ ചേരിയിലായി. നിപ്പുണ്ടല്ലോ കുറെ കടാമുട്ടന്മാര്. എന്നിട്ട് എന്തായി? താനായിട്ട് ആരെയും കൊല്ലാനും തിന്നാനും പോണ്ട പുറക്കാടാ. അതിന് വഴിയുണ്ട്. തന്റെ മോള് താനേ തിരിച്ചു വരുന്ന വഴി, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്ന വഴി. A route of route, not mine. തൊണ്ണയെ വെച്ച് വിഴുങ്ങാതെ വഴി എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയണോ? പറയാം. മാട് പറയുന്നതിന്റെയും കൂട്ടാളികളുടെയും വിഷപ്പല്ലെടുക്കാൻ ഒരൊറ്റ മറുമരുന്നേ ഉള്ളൂ. ഭീകരൻ ചാക്കോ. അയ്യോ, അത് വലിയ റിസ്ക് ചായ. മനുഷ്യനാണോ മൃഗമാണോന്ന് അവന് തന്നെ അറിയാൻ പാടില്ലാത്ത ജാതിയാ. കമ്പക്കല്ലിലെയും പുഞ്ചക്കൊല്ലിയിലെയും കഞ്ചാവ് കൃഷിക്കാരുടെ അവസാന വാക്കാവൻ. കാടാറ് മാസം നാടാറ് മാസം, അതാ ഭീകരന്റെ രീതി. ചാക്കോ വന്ന് ഒരു നിരത്തെ എടുത്തേച്ച് പോയാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് നമ്മളാണെന്ന് ഒരു ഈച്ച കുഞ്ഞു പോലും അറിയില്ല. എന്താ അതുപോലെ തനിക്ക്? എന്നാ ആ കാട്ടുമാക്കാരെ വിളിയിടൂ. ആരെന്ന് പോയി ചോരടാ. എവിടുന്നാണാവോ? ആരാ? നമ്മുടെ കട പൊളിച്ചിട്ട് അവന്മാര് നന്നാവുന്നെങ്കിൽ അന്ന് നന്നാവുന്ന മക്കളെ. അറിയിച്ച ചെന്നക്കാടന്മാര് നമ്മൾ ഈ മണ്ണിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമുക്ക് ഇനിയും സമയമുണ്ട്. എന്തായാലും ബ്രിട്ടീഷ് മാർക്കറ്റ് ഒന്ന് കിടുങ്ങി. ചാക്കോച്ചോ, ഇതൊന്ന് പിടിച്ചേ. നാട്ടിലുള്ള കുടിയന്മാരെ പറ്റിക്കുന്ന ഈ നിറം കലക്കിയ ദ്രാവൊന്നും ചാക്കോയുടെ വയറിന് പിടിക്കത്തില്ല വർക്കിച്ച. ഇത് സാമാനം വേറെ. കാട്ടുകിഴങ്ങും കന്നിച്ചടയനും ചേർത്ത് വാറ്റിയെടുത്ത ഉടുമ്പൻ ഉൽപ്പന്നം. അതിരിക്കട്ടെ, എന്താ അടുത്ത പദ്ധതി? ഞാനിപ്പോ അവനെ ചുണ്ണാമ്പ് തേച്ച് വിട്ടിരിക്കുക. അടുത്തത് ഉയരെടുപ്പ്. സമയാകട്ടെ. ചേടാ, അതിന് മുഹൂർത്തവും നേരവും നോക്കണോ? എടോ പോലീസേ, താൻ ക്യാമ്പിൽ പഠിച്ച പാഠമല്ല എന്റേത്. കാട് കയറി നേടിയ അനുഭവങ്ങളാ. ആന ഇടഞ്ഞറിയണം, കാടിളക്കി അറിയണം. ഈ ചാക്കോയുടെ പ്രമാണം അതാ. പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ചറിയാച്ച. ശരിയാവൂടോ.
അമ്മച്ചി എന്നാ പള്ളിപ്പെരുന്നാൾ കാണുവാണോ? ആ കറി അങ്ങോട്ട് എടുത്ത് വിളമ്പമ്മച്ചി. എത്ര കൂട്ടം കറികളുമായിട്ട് ചോറുണ്ടെന്ന കുട്ടിയാ. ഈ മുളക് കുത്തി കലക്കിയ വെള്ളമൊക്കെ പിടിക്കുമോ എന്തോ. എത്ര തരം കറികൾ നിരത്തിയിട്ടെന്താ, വിളമ്പി തരാൻ ഇതുപോലൊരു പൊന്നു കൈ കൂടെ വേണ്ടേ? മൂക്കിനി എന്നാത്തിന്റെ കുറവാ. എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് കഴിക്കാമല്ലോ. ഈ മെഴുക്കുവരട്ടും കൂടി ഇത്തിരി കഴിച്ചേ. ആഹാരസ്ഥാനത്ത് മുന്നിൽ നിന്നാണോ അമ്മയും മക്കളെയും പഞ്ചായത്ത് മീറ്റിംഗ്? നീ പോടാ. കൊച്ചേ, ദേ വരവും പോക്കൊക്കെ കൊള്ളാം. അപ്പം എന്തായാലും അപ്പം തന്നെയാ, കാണ്ടാമൃഗാണെങ്കിലും. ഒരു സ്വർഗ ജോയിച്ചിന്റെ വീട്. എനിക്കിപ്പോ എല്ലാരും ഉണ്ട്. അമ്മച്ചി, ചേട്ടൻ, ചേച്ചി, പിന്നെ 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 ജോയിച്ചൻ. അങ്ങനെ ജോയിച്ചൻ എന്ന് മാത്രം പറഞ്ഞാ പോരല്ലോ. അമ്മച്ചി, ചേട്ടൻ, ചേച്ചി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്ഥാനം തരണമല്ലോ. വേണം. എന്നാ പിന്നെ ഒരു കെട്ടിയോന്റേതായിക്കോട്ടെ. അയ്യടാ, ഒരു കോന്തൻ കെട്ടിയോൻ. ഇലീനയുടെ ഒരു തമാശ. തമാശ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. ആമേൻ. അച്ചോ, ഒന്നുകിൽ ഞാൻ അവന്മാരെ നരകത്തിലേക്ക് അയക്കും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ ജോയിച്ചിന്റെ അടുത്തേക്ക് പോകും. എന്താ പറയുക നീ പറയുന്നേ? നിന്റെ പ്രതികാരം സൂര്യാസ്തമയം വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സാത്താന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കേണ്ട സമയം അല്ലിത്. കുഞ്ഞെ, മനുഷ്യരാശിയെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഒരു വൈദികന്റെ കടമ. പക്ഷേ നിന്നോട് ഞാനിപ്പോ ഇതിന് എന്താ പറയാ? ഞാൻ പോവും അച്ചോ. പെരുവഴി കിടന്ന് പറയുന്നതിനെ മാമോസ മുക്കി കുംഭസാരവും കുർബാനയും കൈക്കൊള്ളിച്ചത്
അച്ഛൻ പറയതിന്റെ വായി മണ്ണ് വേണമെന്ന് അറിയുമ്പോ അച്ഛൻ നട്ടവും നൊമ്പരവും തോന്നാതിരിക്കാൻ പറയാ. അവസാനായിട്ട് ഈ കൈ കൊണ്ട് എന്തെങ്കിലും കൂതാശ കൂടെ തരാനുണ്ടെങ്കിൽ അതിപ്പോ തന്നേക്കണം മോനെ. ഇവിടെ ഒന്നും കാണുന്നില്ല അച്ഛാ.
വിഡ്ഢിത്തരത്തിന് ശ്രമിച്ചാൽ ഭീകരൻ ചാക്കോയ്ക്ക് പുറകെ ചത്തുവീഴുന്ന ചെന്നക്കടമ്പർ മാത്രമായിരിക്കില്ല, അതോർത്തോ. തോക്കിൽ ലാത്തിയും ചൂട് നിൽക്കുന്ന ഏതൊരു ഏമാർക്ക് മുമ്പിലും തല കുളിച്ചു കൊടുക്കാനുള്ള ചങ്കറ പോലെയാ പറയുന്നു നിൽക്കുന്നത്. പക്ഷേ അതിന് മുമ്പൊന്ന് ചോദിച്ചോട്ടെ, എന്നെ മര്യാദ പഠിപ്പിക്കാൻ നിരപരാധി എന്റെ അനിയനെ പട്ടാപ്പകൽ ശ്വാസം മുട്ടിച്ച് കൊന്നു. എനിക്ക് നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്ന ഏത് പോലീസുകാരാ കൊലപാതകത്തിൽ നൊന്തത്? പക്ഷേ എനിക്ക് നൊന്തു, കാരണം അവൻ എന്റെ പൊന്നനിയനായിരുന്നു. എന്റെ അനിയന്റെ കൊലപാതകയെ കണ്ടെത്താൻ ചെന്നക്കാടന്മാരുടെ അരഞ്ഞാണച്ചാടായ പുറക്കാട് സർക്കിളും എത്ര പോലീസുകാർ ഉറക്കളച്ചു. എന്നാൽ ഞാൻ അവനെ കൊന്നു, തേടി പിടിച്ചു കൊന്നു. ശവം ബ്രിട്ടീഷ് മാർക്കറ്റിലെ തെരുവുപറ്റുകൾ തിന്നാൻ കൊടുക്കും. പട്ടിക്കും പന്നിക്കും വേണ്ടാത്ത ഈ രണ്ട് മനുഷ്യമൃഗങ്ങളെ കൊല്ലാ തെളിവിനെ ഞാൻ വിട്ടിട്ടുണ്ട്. ഇന്നലെ വരെ ഞാനൊരു കുറ്റവാളിയായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഞാനൊരു കൊലപാതകയാണ്. കീഴടങ്ങാൻ തയ്യാറുമാണ്. നീ ദാനം തരുന്ന ജീവൻ ചെന്നൈക്കാടന്മാർക്ക് വേണ്ട പുല്ലേ. താങ്കുറെ പുളുത്തും കൊലവിളി മാത്രം നടത്തി ശീലിച്ച തനിക്ക് ഇതല്ലാതെ മറ്റു ഭാഷ തരയണോ സർക്കിളെ? കുറ്റക്കവാത്തും കുറ്റപ്പാറാവും എക്സിക്യൂട്ടീവ് മാത്രം ഡിഫാൾട്ടർ ഷീറ്റിലുള്ള തനിക്ക് യഥാർത്ഥ പോലീസുകാരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാ ഞാനത് അറിഞ്ഞൂടോ. അതുകൊണ്ട് ഞാൻ ഈ കുപ്പായ അങ്ങോട്ട് ഊരാ. മൃഗീയത, മര്യാദക്കേട്, അഴിമതി, നിഷ്ക്രിയത്വം എന്നീ സകല ദുർഗന്ധങ്ങളും പേറുന്ന തന്നെ പോലുള്ളവർ യൂണിഫോം ഇട്ടിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ യൂണിഫോം വേണ്ട. ഇന്നു മുതൽ എന്റെ ഒപ്പം നിങ്ങളല്ല, നിങ്ങളോടൊപ്പം ഞാനാ. പറയിച്ച വിലങ്ങനായി നീ കൈനീട്ടേണ്ടത് പോലീസുകാരുടെ മുമ്പിലാണ്, അല്ലാതെ പോലീസ് നായ്ക്കളുടെ മുമ്പിലല്ല. നിയമം നീ കയ്യിലെടുത്തിട്ടില്ല, നിയമമാണ് നിന്നെ കയ്യിലെടുത്തത്. നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ടടാ.